ഇന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് സെമസ്റ്റർ 1-ലെ തേർഡ് മൊഡ്യൂൾ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ആൻഡ് ലൈൻസ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നമുക്ക് പല ഡ്രോയിങ്സ് നമ്മൾ വരയ്ക്കുന്നു. നമ്മൾ ഒബ്ജക്ട്സിൻ്റെ ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ ഈ ഒബ്ജക്ട്സ് സിംഗിൾ ഡയമെൻഷനിലോ 2 ഡയമെൻഷനിലോ 3 ഡയമെൻഷനിലോ ഒബ്ജക്ട്സ് ആവാം. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിനൊരു ലെങ്ത്ത്, വിഡ്ത്ത്, ഒരു ഹൈറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒബ്ജക്ട്സൊക്കെ നമുക്ക് വരയ്ക്കാൻ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കൊരു ഡ്രോയിങ് ഷീറ്റാണ്. എന്നാൽ നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് 3 ഡയമെൻഷനിലല്ല. നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് 2 ഡയമെൻഷൻസ് അല്ലേ ഉള്ളൂ, ഒരു ലെങ്ത്തും ഒരു വിഡ്ത്തും അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് 3 ഡയമെൻഷണൽ ഒബ്ജക്ട്സ് ഒക്കെ എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്ട്സിനെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഫിഗർ എടുക്കാം, ഒരു എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എടുക്കാം. ഇത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡ്രോയിങ് അല്ലേ. ഇതൊരു വീടിൻ്റെ ഒരു ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിൽ നമുക്ക് കാണാം മെയിനായിട്ട് ഈ വീടിൻ്റെ ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ ടോപ്പ് വ്യൂ ആണ്. വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഡ്രോയിങ്. അതുകൂടാതെ ഇതാ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എലവേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ 2 വ്യൂസ് വെച്ചിട്ട് നമ്മൾ ഈ വീടിൻ്റെ ഡ്രോയിങ് നമ്മൾ തയ്യാറാക്കുന്നു. ഇത് കൂടാതെ ഒരു തേർഡ് വ്യൂവും അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വ്യൂസ് നമുക്ക് ആവശ്യം വരാം. സെക്ഷൻ വ്യൂ എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ഈ 2 വ്യൂസാണ് ഒരു ഡ്രോയിങ്ങിൽ ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ വീടിൻ്റെ ഡ്രോയിങ് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഡ്രോയിങ്ങിൽ നമുക്ക് വീടിൻ്റെ ലെങ്ത് ആൻഡ് വിഡ്ത്ത്, അങ്ങനെ ഒരു റൂമിൻ്റെ, അതായത് ഈ വീടിൻ്റെ ടോട്ടൽ ലെങ്ത്ത്, അതിൻ്റെ വിഡ്ത്ത്, ഓരോ റൂമിൻ്റെ നീളം, വീതി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ പ്ലാൻ വ്യൂവിൽ നിന്ന് കിട്ടും. എന്നാൽ വീടിൻ്റെ എല്ലാ ഡയമെൻഷൻസും നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വീടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കൂടി നമ്മൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഈ XY ലൈനിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഡ്രോയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഈ ഒരു സിംഗിൾ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ ഈ വീടിൻ്റെ 2 ഡ്രോയിങ് ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ 2 വ്യൂസ്, ഈ വീടിൻ്റെ ഒരു ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വ്യൂ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഈ XY ലൈനിൻ്റെ മുകളിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എലവേഷൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ വീട് 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഈ ഒരു വീട് നമ്മൾ 2 വ്യൂ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പേപ്പറിലേക്ക് പകർത്താണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് നമ്മളെന്താ ചെയ്യുന്നത്, വീടിൻ്റെ ടോപ്പ് വ്യൂ ഒരു പേപ്പറിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചു. അതുപോലെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ അതും നമ്മൾ ഇവിടേക്ക് നമ്മൾ ഈ വീടിൻ്റെ പ്ലാനിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രോയിങ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. നമുക്ക് ആദ്യം ഒരു പോയിൻ്റ് എങ്ങനെയാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത്, ഒരു സ്പേസിലുള്ള ഒരു പോയിൻ്റ് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു ഒബ്ജക്റ്റ്, സ്പേസിലുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ വിഷ്വൽ റേസ് വെച്ച് ഡിഫറെൻറ്റ് പ്ലെയിൻസിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റ് നമ്മൾ ബാക്കോട്ട് ട്രേസ് ചെയ്ത് ഒരു ഡ്രോയിങ് ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ പകർത്തുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3D ഒബ്ജക്ട്സ് ആയാലും നമ്മളൊരു 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പേപ്പറിലാണ് നമ്മളത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഈ ഇമേജിനെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജിനെ പ്രൊജക്റ്റ് ചെയ്യണതിനാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന വ്യൂസ്, അത് നമുക്ക് ഫ്രണ്ട് വ്യൂ ആവാം, ടോപ്പ് വ്യൂ ആവാം. നേരത്തെ കാണിച്ച പോലെ ഈ ടോപ്പ് വ്യൂ, അതുപോലെ ഫ്രണ്ട് വ്യൂ ആവാം. അപ്പോൾ ഈ ഓരോ ഇമേജസിനെയാണ് നമ്മൾ വ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് ഡിസ്കസ് ചെയ്യാം. അത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഓർത്തോ മീൻസ് റൈറ്റ് ആംഗിൾ, ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ആംഗിൾ പ്രൊജക്ഷൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലെയിൻസ് 2 റെഫറൻസ് പ്ലെയിൻസ് ആണ് നമ്മൾ ഡ്രോയിങ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും ഒരു വെർട്ടിക്കൽ പ്ലെയിനും. ഇതതിൻ്റെ ഒരു 3D വ്യൂ ആണ്. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഈ 2 പ്ലെയിനും തമ്മിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഈ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ ഷോർട്ട് ഫോമിൽ VP എന്ന് പറയുന്നു,
ഹൊറിസോണ്ടൽ പ്ലെയിൻ ഷോർട്ട് ഫോമിൽ HP എന്ന് പറയുന്നു. ഈ VPയും HPയും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. 90 ഡിഗ്രീസ് ആണ് ആംഗിൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ, ഈ ഒരു മെത്തേഡിന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ഒബ്സർവർ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മുടെ പോയിന്റിനെ നോക്കുന്നത്. പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഇവിടെ പോയിന്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഈ ഒരു സ്പേസിലാണെങ്കിൽ ഒബ്സർവർ നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി, ഒരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ചെയ്യുന്നു ഒബ്സർവർ ഇവിടെയുള്ള ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള റേസ്, പ്രൊജക്ഷൻ ലൈൻസ് ഇവിടെ ഈ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടും. അതുപോലെ ഈ ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ടോപ്പിൽ നിന്നും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. ടോപ്പിൽ നിന്നും വ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ചെയ്ത് നമുക്കത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടുന്നു. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് വെർട്ടിക്കൽ പ്ലെയിൻ. ഈ രണ്ട് പ്ലെയിനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നമുക്കൊരു ലൈനായിട്ട് കിട്ടും. ആ ലൈനിനെ നമ്മൾ XY ലൈൻ, അതല്ലെങ്കിൽ റെഫറൻസ് ലൈൻ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലൈൻ, ലൈൻ ഓഫ് ഇൻ്റർസെക്ഷൻ, ഇങ്ങനെ പല പേരിൽ പറയും. ഈ ലൈൻ സിമ്പിളായി നമുക്ക് XY ലൈൻ എന്ന് പറയാം. ഈ രണ്ട് പ്ലെയിൻ, ഈ വെർട്ടിക്കൽ പ്ലെയിനും ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അതൊരു ലൈനായിട്ടല്ല നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർസെക്ഷൻ നമുക്ക് XY ലൈൻ എന്ന് പറയാം. ഓക്കെ, നമ്മളിപ്പോൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒബ്സർവർ അറ്റ് ഇൻഫിനിറ്റി, ഒരു ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസ് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. ഫ്രണ്ട് വ്യൂ, ഇത് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇത് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിൻ തൽക്കാലം ഇപ്പോൾ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ ഈ ലൈൻ ഓഫ് സൈറ്റ്, അതായത് നമ്മുടെ കണ്ണിൽ നിന്നുള്ള റേസ് എല്ലാം പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെയാണ് കിട്ടുന്നത്, ഈ ഒരു പ്ലെയിനിൽ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്കൊരു പ്ലെയിൻ കൂടിയില്ലേ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ കൂടി എടുത്തു. നമ്മൾ ആ ഒബ്ജക്റ്റിനെ മുകളിൽ നിന്ന് നോക്കി, അതിൻ്റെ ടോപ്പ് വ്യൂ, TV അതിൻ്റെ ടോപ്പ് വ്യൂ. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാം. ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ ഇരിക്കും. അത് നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടി, ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ കിട്ടി. അത് കിട്ടുന്നത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെർട്ടിക്കുലർ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനിലുമാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി നമ്മളൊരു പ്രൊഫൈൽ പ്ലെയിൻ കൂടി യൂസ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ കൂടി കിട്ടാൻ. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കൂടി എടുക്കും. അപ്പോൾ ഈ സൈഡിൽ നിന്നുള്ള വ്യൂ വരുമ്പോൾ ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടൊരു മൂന്നാമത്തെ പ്ലെയിൻ, ഈ ഡയറക്ഷനിൽ മൂന്നാമത്തെ പ്ലെയിനും കൂടി ഉണ്ടാവും. അപ്പോൾ ആ പ്ലെയിനിനെ നമ്മൾ പ്രൊഫൈൽ പ്ലെയിൻ, ഷോർട്ട് ഫോമിൽ PP എന്ന് പറയുന്നു. അതിൽ നമുക്ക് കിട്ടുന്നത് സൈഡ് വ്യൂ ആണ്. നമുക്ക് ഈ സൈഡ് വ്യൂ ഇപ്പോൾ തൽക്കാലം നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ്, ലൈൻസിലൊന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് മെയിനായിട്ട് യൂസ് ആവുന്നത് ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. അപ്പോൾ ഈ മൂന്ന് പ്ലെയിൻസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട്, മ്യൂച്വലി 90 ഡിഗ്രി ആയതുകൊണ്ടാണ് അതിന് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് പ്ലെയിൻസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ. ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ടോട്ടൽ ഒരു സ്പേസ്, ഈ ഒരു സ്പേസിനെ നമുക്ക് ഒരു വെർട്ടിക്കൽ പ്ലെയിനും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും വെച്ച് ഡിവൈഡ് ചെയ്യാം. അതായത് ഈ ഒരു ടോട്ടൽ സ്പേസിൽ രണ്ട് പ്ലെയിൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്ലെയിൻ നിങ്ങൾക്ക് ഒരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസോ ഒരു കട്ടിയുള്ള ഒരു പേപ്പറായിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം, ഈ രണ്ട് പ്ലെയിനും. അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ഗ്ലാസ് ആയിട്ട്, ഇതൊരു ഗ്ലാസ് പീസ്, ഇതൊരു ഹൊറിസോണ്ടൽ പൊസിഷനിലുള്ള ഒരു ഗ്ലാസ് പീസ്. ഈ രണ്ട് ഗ്ലാസ് പീസും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ് XY. ഇതെല്ലാം കടന്നു പോകുന്നത് ഈ ഒരു കോമൺ പോയിന്റ് XY. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പ്ലെയിൻ കൂടി ഈ ഒരു സ്പേസിനെ ഇപ്പോൾ ഇത് 4 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പ്ലെയിൻ ഈ സ്പേസിൽ വന്നപ്പോൾ 4 പാർട്ടായിട്ട് അത് ഡിവൈഡ് ആവുന്നില്ലേ. ഈ ഒരു സ്പേസിൽ ഈ ഒരു ഭാഗം, അതിന് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നു. ഈ ഒരു ഭാഗം സെക്കൻഡ് ക്വാഡ്രൻറ്റ്, ഈ ഒരു ഭാഗം തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അങ്ങനെ 4 ഭാഗമായിട്ട് ഈ രണ്ട് പ്ലെയിൻ വന്നപ്പോൾ ഈ ഒരു സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നു.
ഓക്കെ, ഇതിൻ്റെ നെയിമിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ നെയിമിങ് ഓൾവേസ് ഇൻ ക്ലോക്ക് വൈസ് ഓർഡറിലാണ്. ഓൾവേസ് ഇത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്, 1 2 3 4. നമ്മുടെ ഒബ്സർവർ ഓൾവേസ് ഫ്രണ്ട് വ്യൂവിൽ എപ്പോഴും ഫ്രണ്ട് വ്യൂവിൽ ഒബ്സർവർ ഈ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടായിരിക്കും നോക്കുക. അതുപോലെ ടോപ്പ് വ്യൂ ഓൾവേസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും. ഫ്രണ്ട് വ്യൂ ഓൾവേസ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ഒബ്ജക്റ്റ് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുണ്ടെങ്കിൽ, ആ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുകയാണ്. ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ്, ഇവിടെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവർ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ഈ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. അതുപോലെ ഓരോ പ്ലെയിനിലും ഓരോ ക്വാഡ്രൻറ്റിലും നമുക്കത് ഈ പ്ലെയിനിൻ്റെ പല ഭാഗത്തായിട്ട് കിട്ടും. അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്വാഡ്രൻ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഈ വെർട്ടിക്കൽ പ്ലെയിനും ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നോക്കിയെന്ന് കരുതുക. നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ നിന്ന് നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തിനെ ഒന്ന് നോക്കി, ഈ ക്വാഡ്രൻസിനെ നമ്മളൊന്ന് നോക്കി. ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ഇതുപോലെ ഫ്ലാറ്റായിട്ട് നമുക്ക് കാണുന്നില്ല. പകരം നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിനെ ഈ ഒരു ലൈൻ മാത്രമായിട്ട് കാണാം. അതുപോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും ഒരു ലൈനായിട്ടാവും കാണാം. ഈ സൈഡിൽ നോക്കുമ്പോൾ XY ലൈൻ ആണെങ്കിൽ നമുക്കൊരു ലൈനായിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് പകരം ഈ ലൈനിൻ്റെ ഈ എഡ്ജ് ഒരു ഡോട്ട് പോലെ നമുക്ക് ഈ ലൈൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ Xഉം Yയും ഈ ഡോട്ടിൽ തന്നെയാവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിനെ ഈ വ്യൂവിൽ നിന്ന് നോക്കി നമ്മളിത് വരച്ചാൽ ഈ വെർട്ടിക്കൽ പ്ലെയിൻ നമുക്കൊരു സിംഗിൾ ലൈനായിട്ട് ഇങ്ങനെ കാണാം. അതുപോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ സൈഡിൽ നോക്കുമ്പോൾ ആ പ്ലെയിനിൻ്റെ ഈ എഡ്ജ് നമുക്ക് ഇവിടെ കാണാം, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതുപോലെ ഈ XY എന്നുള്ള ലൈൻ നമുക്കൊരു ഡോട്ടായിട്ട് ഇവിടെ കാണാം. നമ്മളിവിടെ XY റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഇനി നമുക്ക് നമ്മുടെ പോയിൻ്റ് ഈ ക്വാഡ്രൻറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആവാം. അപ്പോൾ പോയിൻ്റ് ഇപ്പോൾ Q1 എന്നുള്ള പൊസിഷനിലാണ് പോയിൻ്റെങ്കിൽ നമുക്കത് മനസ്സിലായി, ആ പോയിൻ്റ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മുകളിലാണ്. Q1 ഈസ് എബോവ് HP. അതുപോലെ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ Q1 ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഒബ്സർവർ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഈ ഒബ്സർവർ ഇവിടെയും ഇത് വെർട്ടിക്കൽ പ്ലെയിനും പോയിൻ്റ് ഇതിൻ്റെ രണ്ടിനും ഇടയിലാണ്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഇൻ ഫ്രണ്ട് ആണ് Q1. ഒബ്സർവർ ഇവിടെയാണെങ്കിൽ Q1 ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ നമ്മൾ ഈ ക്വാഡ്രൻറ്റ് സിസ്റ്റം നമ്മളിപ്പോൾ 2 ഡയമെൻഷനിൽ വരച്ചപ്പോൾ ഈ ക്വാഡ്രൻറ്റ് സിസ്റ്റത്തിൽ Q1 ഇവിടെയാണെങ്കിൽ നമുക്ക് പറയാം Q1 ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. Q1 എന്ന പോയിൻ്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP ഇതാണ് നിങ്ങൾക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസിൽ സാധാരണ കാണാം. നിങ്ങൾക്ക് ഒരു പോയിൻറ്റിൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ടാവും, അതിൻ്റെ ആ പോയിൻ്റ് എവിടെയാണെന്ന് നിങ്ങൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ പോയിൻ്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്നല്ല സാധാരണ ചോദിക്കുക. ആ പോയിൻ്റ് ചോദിക്കുന്നത് ക്വസ്റ്റ്യനിലുണ്ടാവുക Q1 എന്നുള്ള പോയിൻ്റ് ഈസ് 10 mm എബോവ് HP ആൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അങ്ങനെയൊക്കെയാവും ക്വസ്റ്റ്യൻസിലുണ്ടാവുക. അപ്പോൾ ഈ ടേംസ് നമ്മൾ സ്ഥിരമായിട്ട് ഇനി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? Q1 എന്ന പോയിൻ്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അതുപോലെ നമ്മൾ സെക്കൻഡ് പോയിൻ്റ് Q2 എന്ന പോയിൻ്റ് നമുക്ക് പറയാം HP-നെ റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ Q2 ഈസ് എബോവ് HP. VP-നെ വെച്ച് നോക്കുമ്പോൾ പറയാം പോയിൻ്റ് Q2 ഈസ് ബിഹൈൻഡ് VP-യുടെ പുറകിലാണ്. ഒബ്സർവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ Q2 എന്ന പോയിൻ്റ് VP-യുടെ പുറകിലാണ്. അപ്പോൾ Q2 നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ Q2 ഈസ് എ പോയിൻ്റ് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. Q2 ഈസ് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. ഇനി നെക്സ്റ്റ് പോയിൻ്റ് Q3 തേർഡ് ക്വാഡ്രൻറ്റിലുള്ള പോയിൻ്റ്. Q3 എന്ന പോയിൻ്റ് നമുക്ക് കാണാം, അത് HP-യുടെ താഴെ, ഇറ്റ് ഈസ് ബിലോ HP ആൻഡ് ഇറ്റ് ഈസ് ബിഹൈൻഡ് VP. Q3 ഈസ് ബിഹൈൻഡ് VP. ഒബ്സർവർ ഇപ്പോഴും ഈ സൈഡിൽ തന്നെ നോക്കുന്നു. ഒബ്സർവർ ഇവിടെ നോക്കുമ്പോൾ Q3 എന്ന പോയിൻ്റ് VP-യുടെ പുറകിലാണ്. സോ പോയിൻ്റ് ഈസ് Q3 ഈസ് ബിഹൈൻഡ് VP. അപ്പോൾ നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം Q3 ഈസ്
ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. ഇനി ഫോർത്ത് ക്വാഡ്രൻറ്റ് ഈ താഴെയുള്ള ഈ ഭാഗം ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് Q4 എങ്കിൽ നമുക്ക് കാണാം Q4 ഈസ് ബിലോ HP. ഒബ്സർവർ ഇവിടെ തന്നെയാണ്, ഈ ഡയറക്ഷനിൽ നിങ്ങൾ ഫ്രണ്ട് വ്യൂവിൽ ഇവിടേക്ക് നോക്കുകയാണ്. ദെൻ പോയിന്റ് Q4 ഈസ് ഇൻ ഫ്രണ്ട് ഓഫ്. അപ്പോൾ Q4 എന്നുള്ള പോയിന്റ് Q4 ഈസ് ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ നമ്മളിവിടെ അത് കാണിച്ചു, Q4 ഈസ് ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി നമ്മളിത് ഒരു ഡ്രോയിങ് ഷീറ്റിൽ നമുക്ക് ഇത് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ലൈനിൻ്റെ ഫിഗർ അല്ലെങ്കിൽ ഇമേജ് നമുക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ 90 ഡിഗ്രീസിലുള്ള ഈ രണ്ട് പ്ലെയിൻ വെച്ചിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിലുള്ള ഡ്രോയിങ് ഷീറ്റ് ഒരു സിംഗിൾ പ്ലെയിൻ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മളൊരു പ്ലെയിനിലേക്ക് ആക്കണം. അതായത് നമുക്ക് കിട്ടുന്ന ഇമേജ് അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും, അത് HP ഫ്രണ്ട് വ്യൂ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിലും അതുപോലെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിലും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രീസിലുള്ള ഈ രണ്ട് പ്ലെയിൻസിൻ്റെ ഈ ഇമേജസ് ഒരു പ്ലെയിനിലാക്കാൻ വേണ്ടി നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ആണെന്ന് നമ്മൾ വിചാരിക്കുക. നമ്മുടെ ഡ്രോയിങ് ഷീറ്റ് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മുടെ ഈ വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യില്ല. ഈ വെർട്ടിക്കൽ പ്ലെയിൻ ഈസ് ഫിക്സഡ്. ഇതൊരു കാർഡ്ബോർഡ് ഷീറ്റോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ഒരു A4 ഷീറ്റാണെന്ന് വിചാരിക്കുക. അതേസമയം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഇമേജസ് പ്രൊജക്റ്റ് ചെയ്തതിന് ശേഷം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ്റെ അതേ പ്ലെയിനിലേക്ക് നമ്മൾ എത്തിക്കേണ്ടി വരും. അപ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഒരേ പ്ലെയിനിലാവുമ്പോൾ നമുക്കൊരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ആ ഡ്രോയിങ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ആ വീടിൻ്റെ ഡ്രോയിങ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിൽ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ എലവേഷനും വീടിൻ്റെ പ്ലാൻ അതായത് ടോപ്പ് വ്യൂവും നമ്മൾ ഒരു പേപ്പറിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്ത പോലെ ഇവിടെയും നമ്മൾ ഒരു ഷീറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ മാത്രം നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ റൊട്ടേഷൻ ഷുഡ് ബി ഓൾവേസ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഇവിടെ ആണെങ്കിൽ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ നമ്മൾ ഓൾവേസ് ഈ സൈഡിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ ചേരുന്ന പോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഈ ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതുപോലെ ഇപ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ ആയിരുന്നെങ്കിൽ അതിൻ്റെ ഇമേജ് നമുക്ക് ഇവിടെ കിട്ടുക ടോപ്പ് വ്യൂ. ആ ടോപ്പ് വ്യൂ നമ്മൾ പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എത്തിക്കണം. അപ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സൈഡിലാണെങ്കിൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുക, ടോപ്പിലേക്ക് മുകളിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഈ HP താഴേക്കും ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ മുകളിലേക്കുമാണ് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓൾവേസ് ഈ വെർട്ടിക്കൽ പ്ലെയിൻ ഫിക്സ്ഡ് ആയി നിർത്തി ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കാം, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കാണാം ഇതിനെ ഈ സൈഡിൽ നിന്നുള്ള ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് നോക്കിയാൽ ഈ ഷീറ്റ് ഓഫ് പേപ്പർ, ഈ 90 ഡിഗ്രിയുള്ള പേപ്പർ നമ്മളിപ്പോൾ ഒറ്റ ഷീറ്റിലേക്ക് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ഒക്കെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ താഴേക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കാണാം ഈ XY ലൈനിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നത് ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അപ്പർ പാർട്ടും അതുപോലെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ റിയർ പാർട്ടും അതിൻ്റെ ബാക്ക് സൈഡാണ്. ഇതിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്താൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ റിയർ സൈഡ് ബാക്ക് സൈഡാണ് നമുക്ക് ഈ XY ലൈൻ. ഇതാണ് നമ്മുടെ XY ലൈൻ, സെയിം XY ലൈൻ. ഈ XY ലൈനിൻ്റെ മുകളിൽ കിട്ടുന്നത് VPയുടെ അപ്പർ പാർട്ടും HPയുടെ ബാക്ക് പാർട്ട് റിയർ പാർട്ടുമാണ്. അതുപോലെ ഈ XY ലൈനിൻ്റെ താഴെ നമുക്ക് നോക്കിയാൽ കാണാം ഈ വെർട്ടിക്കൽ ലൈനിൻ്റെ ബോട്ടം പാർട്ട് ലോവർ പാർട്ടും
ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ഫ്രണ്ട് പാർട്ട്, ഈ പാർട്ടുമാണ് നമുക്ക് എക്സ് വൈ ലൈനിൻ്റെ താഴെ കിട്ടുക. നമ്മളപ്പോൾ രണ്ട് പ്ലെയിൻസ് ഇപ്പോൾ എടുത്തു. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ എടുത്തു, ഒരു വെർട്ടിക്കൽ പ്ലെയിൻ എടുത്തു. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോർഷൻ എക്സ് വൈ ലൈൻ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഒബ്സർവർ ഈ സൈഡിൽ നിന്ന് നോക്കുന്നു. ഒബ്സർവറിൻ്റെ പൊസിഷൻ ഓൾവേസ് ഫ്രണ്ട് വ്യൂവിൽ ഈ സൈഡിൽ നിന്നാണ് നോക്കുന്നത്. നമുക്ക് ഫ്രണ്ട് വ്യൂ ഇവിടെ കിട്ടും. വെർട്ടിക്കൽ പ്ലെയിനിലാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടാം. ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഇതിൽ ഏത് ക്വാഡ്രൻറ്റിലാണെങ്കിലും ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ഇവിടെ കിട്ടും. ഒബ്ജക്റ്റ് ഈ എച്ച് പിക്ക് താഴെയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ഈ എച്ച് പിയുടെ താഴെ നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഒബ്ജക്റ്റ് ടോപ്പ് വ്യൂ വരുമ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഒബ്ജക്റ്റ് ഇവിടെ ആണെങ്കിൽ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. ഒബ്ജക്റ്റ് ബാക്ക് സൈഡിലാണെങ്കിൽ ഇവിടെ കിട്ടും. ടോപ്പ് വ്യൂ ഓൾവേസ് നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഇനി ഈ ഒരു ക്വാഡ്രന്റ് സിസ്റ്റത്തിനെ നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വി പി നമുക്കൊരു സിംഗിൾ ലൈനായിട്ട് ഇവിടെ കാണുന്നുള്ളൂ. അതുപോലെ എച്ച് പി ഹൊറിസോണ്ടൽ പ്ലെയിനും ഒരു സിംഗിൾ ലൈനായിട്ട് നമുക്ക് കാണുന്നുള്ളൂ. എക്സ് വൈ ലൈൻ നമുക്കൊരു ലൈനായിട്ടേ കാണാൻ പറ്റില്ല, നമുക്കതൊരു പോയിൻ്റ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ എക്സ് വൈയും നമ്മൾ അതിനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഒബ്സർവർ ഈ സൈഡിൽ നിന്ന് നോക്കുന്നു ഫോർ ഫ്രണ്ട് വ്യൂ. ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ റൊട്ടേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇറ്റ് ഷുഡ് ബി ഇൻ ഓൾവേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഇവിടേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അതേ പ്ലെയിനിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇവിടേക്ക് റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഈ സൈഡിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പിലേക്കാവും റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ ഒബ്ജക്റ്റായിട്ട് നമുക്ക് വരുന്നത് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ലൈനാണ്. ഇപ്പോൾ ആ പോയിന്റിനെ നമുക്കൊരു ക്യാപിറ്റൽ ലെറ്റർ എ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽഫബറ്റ് വെച്ച് നമുക്ക് നൊട്ടേഷൻ കൊടുക്കാം. ഇപ്പോൾ ലൈൻ ആണെങ്കിൽ എ ബി, ലൈൻ എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ലൈൻ എ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ പോയിന്റ് നമുക്ക് ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് എ ബി സി ഡി ഏതെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആൽഫബറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ലൈൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആൽഫബറ്റ് എ ബി സി ഡി, ലൈൻ എ ബി ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ പോയിന്റ് എ ആണെങ്കിൽ സ്മോൾ ലെറ്റർ എ നമുക്ക് യൂസ് ചെയ്യാം ടോപ്പ് വ്യൂ റെപ്രസെൻ്റ് ചെയ്യാൻ. ലൈൻ ആണെങ്കിൽ ലൈൻ എ ബി സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇനി ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമുക്ക് അതിനൊരു സിംഗിൾ കോട്ട് വെച്ച് ഡിനോട്ട് ചെയ്ത് പോയിന്റ് എയിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ്, ലൈൻ എ ബി ആണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി സൈഡ് വ്യൂ കൂടി ഉണ്ടെങ്കിൽ നമുക്കത് ഡിനോട്ട് ചെയ്യാൻ ഒരു ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാം. എ ഡബിൾ ഡാഷ്, പോയിന്റ് എ ആണെങ്കിൽ എ ഡബിൾ ഡാഷ്, ലൈൻ എ ബി ആണെങ്കിൽ ലൈൻ എ ഡബിൾ ഡാഷ് ബി ഡബിൾ ഡാഷ്. ഇനി നമ്മുടെ പോയിന്റ് നമുക്ക് ഓരോ ക്വാഡ്രന്റിൽ വരുമ്പോൾ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വാഡ്രന്റ് വി പി എച്ച് പി, പോയിന്റ് എ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. നമ്മൾ എ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് അസ്യൂം ചെയ്തത് അല്ലേ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ഒബ്സർവർ ഈ സൈഡിൽ നിന്ന് നോക്കി, ഈ സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രൊജക്ഷൻ ലൈൻ ഇവിടെ വന്നാണ് വീഴുന്നത്. അപ്പോൾ എയിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഇവിടെ കിട്ടും. അപ്പം നമ്മളിവിടെ എ ഡാഷ് എന്ന് മാർക്ക് ചെയ്തു. എ എന്ന പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ ലെറ്റർ എ,
ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് ഡാഷ് എന്നൊരു നൊട്ടേഷൻ കൊടുക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഒബ്സർവ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടി. ഇനി ടോപ്പ് വ്യൂ മുകളിൽ നോക്കുമ്പോൾ എൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടി. എൻ്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ എ. എന്നാൽ നമുക്കത് പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ഈ XY ഈ ഒരു ബേസിൽ നമ്മളിത് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ HP നമ്മൾ ഇവിടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റും അതുപോലെ ഇവിടെ റൊട്ടേറ്റ് ആവും. അപ്പോൾ A എന്നുള്ള പോയിൻ്റ്, ഇവിടെ കിട്ടിയ പോയിൻ്റ് അതേപടി ഇവിടേക്ക് റൊട്ടേറ്റ് ആയി നമുക്ക് സ്മോൾ ലെറ്റർ A ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. അതായത് എൻ്റെ ടോപ്പ് വ്യൂ, ഇവിടെ വരുന്ന ടോപ്പ് വ്യൂ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ കിട്ടും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ, നമ്മുടെ പോയിന്റ് A സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് വിചാരിക്കാം. അപ്പോഴും ഒബ്സർവർ ഈ സൈഡിൽ നിന്ന് നോക്കി നമ്മുടെ പോയിന്റ് A പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, ഫ്രണ്ട് വ്യൂവിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് A ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടി. ടോപ്പ് വ്യൂ നമ്മൾ നോക്കി. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ആക്ച്വലി A എന്നുള്ള പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് വരാം. നമ്മൾ HP റൊട്ടേറ്റ് ചെയ്യുന്നത് ഓൾവേസ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് HP നമ്മൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ A എന്നുള്ള പോയിന്റ്, അതായത് എൻ്റെ ടോപ്പ് വ്യൂ ആയിട്ടുള്ള സ്മോൾ ലെറ്റർ A നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ ഇതേ സൈഡിൽ തന്നെ കിട്ടി. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ, A എന്നുള്ള പോയിന്റ് എബോവ് HP, രണ്ട് കേസിലും സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും A എന്നുള്ള പോയിന്റ് എബോവ് HP ആണ്. ഈ രണ്ട് കേസിലും നമുക്ക് കാണാം ഈ എൻ്റെ ഫ്രണ്ട് വ്യൂ എബോവ് XY ലൈൻ. ഇത് XY ലൈൻ ആണെങ്കിൽ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. XY ലൈനിൻ്റെ മുകളിലാണ് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നത്. A ഡാഷ് ഓൾവേസ് ഇതിൻ്റെ മുകളിലാണ് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻ്റ് കേസ് നോക്കാം. ഒബ്സർവർ ഈ ഡയറക്ഷനിൽ തന്നെ നോക്കുന്നു. ഫ്രണ്ട് വ്യൂ പോയിന്റ് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ A ഡാഷ് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ ബിലോ XY ലൈനിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് XY ലൈൻ ആണെങ്കിൽ ബിലോ XY ലൈനിലാണ് നമുക്ക് A ഡാഷ് കിട്ടുന്നത്. ഇനി ടോപ്പ് വ്യൂ നമ്മൾ മുകളിൽ നോക്കിയപ്പോൾ A പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ HP കിട്ടി. നമ്മൾ ഈ HP പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിൻ്റെ മുകളിലാണ് കിട്ടുന്നത്. അപ്പോൾ സ്മോൾ ലെറ്റർ A നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി പോയിന്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ A പോയിന്റ് ഫോർത്ത് ക്വാഡ്രൻറ്റിലാവുമ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ കണ്ടില്ലേ, A എന്നുള്ള പോയിന്റ് ബിലോ HP ആവുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആൾസോ നമുക്ക് XYയുടെ താഴെയാണ് വരുന്നത്, XY ലൈനിൻ്റെ താഴെ. അപ്പോൾ A എന്നുള്ള പോയിന്റ് നമുക്ക് ബിലോ XY ലൈൻ ഇവിടെ കിട്ടി. A ഡാഷ് മാർക്ക് ചെയ്തു. ഇനി ടോപ്പ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ A പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ പോയിന്റ് അതിൻ്റെ ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ A നമുക്ക് ഇവിടെ കിട്ടും. HP ഷുഡ് ഓൾവേസ് റൊട്ടേറ്റ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ HP പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള A എന്നുള്ള പോയിന്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൻ്റെ താഴെ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഫ്രണ്ട് വ്യൂ ഒബ്സർവർ ഈ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മുടെ പോയിന്റ് A ഈ രണ്ട് കേസിലും ബിലോ XY ലൈനാണ്, ബിലോ HP ആണ്. ഈ രണ്ട് കേസിലും A എന്നുള്ള പോയിന്റ് ബിലോ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിലും നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്നത് ബിലോ XY ലൈനാണ്. ഇത് XY ലൈനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടുന്നത് ബിലോ XY ലൈനാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് അടുത്ത സ്ലൈഡുകളിൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കുക, ഇതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും മാത്രമേ ഈ HP-യും VP-യും XY ലൈനിൻ്റെ മുകളിലും താഴെയായിട്ടും മാറി മാറി വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം, ഇത് XY ലൈൻ ആണെങ്കിൽ XY ലൈനിൻ്റെ മുകളിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ A ഡാഷ് കിട്ടുന്നു, താഴെ നമുക്ക് ടോപ്പ് വ്യൂ A കിട്ടുന്നു. തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നേരെ തിരിച്ച്, അതായത് ആ ഒബ്ജക്റ്റ് Aൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് XY ലൈനിൻ്റെ താഴെ കിട്ടുന്നു, അതിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിൻ്റെ മുകളിൽ കിട്ടുന്നു. A ടോപ്പ് വ്യൂ, A ഡാഷ് ഫ്രണ്ട് വ്യൂ. എന്നാൽ ഈ രണ്ട് കേസ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും എന്ത് സംഭവിക്കുന്നത്,
ഈ രണ്ട് വ്യൂസ്, അതായത് എ എന്ന പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ നമുക്ക് ഒരേ ഒരു പ്ലെയിൻ ഓഫ് പേപ്പർ ആണെങ്കിൽ അതിൻ്റെ ഒരേ സൈഡിലാണ് കിട്ടുന്നത്, XY ലൈനിൻ്റെ ടോപ്പിലാണ് കിട്ടുന്നത്. ഇവിടെയും അതുപോലെ തന്നെ XY ലൈനിൻ്റെ ബോട്ടത്തിലാണ് കിട്ടുന്നത്. HP-യും VP-യും കാണാതെ ഓവർലാപ്പ് ചെയ്യാണ്. അപ്പം നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ രണ്ട് മെത്തേഡ്സ് സാധാരണ ഉപയോഗിക്കാറില്ല. കാരണം ഇപ്പോൾ ഇതൊരു പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതേസമയം ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഒബ്ജക്റ്റാണ്, പല പല ഡയമെൻഷൻസ് ഉള്ള ഒരു വലിയ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ഒക്കെ ഒരേ പൊസിഷനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വന്നാൽ, ഈ രണ്ട് പ്ലെയിനും ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഓവർലാപ്പ് ചെയ്ത് വന്നാൽ നമുക്കത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റ്. അതുകൊണ്ട് ഈ രണ്ട് സിസ്റ്റം സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ പോയിൻറ്റ്സിൻ്റെ ലൈൻസിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് നമ്മുടെ പോയിൻ്റ് ഇതിൽ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ അതൊക്കെ ക്വസ്റ്റ്യനിൽ ചോദിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു സാധാരണ സിസ്റ്റം ഓഫ് മെത്തേഡ്സിൽ ഈ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും വരുന്ന നമ്മൾ യൂസ് ചെയ്യാറില്ല റെപ്രസെൻ്റ് ചെയ്യാൻ. അതേസമയം നമ്മൾ ഇന്ത്യയിൽ സ്റ്റാൻഡേർഡായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വരുന്ന ഈ മെത്തേഡാണ്. ഈ മെത്തേഡിന് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്നും കൂടി പറയും. എന്നാൽ US-ലും മറ്റും ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ ഒബ്ജക്റ്റ് വരുന്ന മെത്തേഡാണ്. അതിനെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്ന് പറയും. ഓക്കെ, ഈ രണ്ട് കേസിലും നമുക്ക് അറിയാം ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഓപ്പോസിറ്റ് XY ലൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരുന്നത്, ഓവർലാപ്പ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഈ രണ്ട് മെത്തേഡ്സും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിന്റ് വരുമ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. See, a point A is above HP and in front of VP. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് A. പോയിന്റ് A is above HP and in front of VP. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് A എന്നുള്ള പോയിന്റ്. അപ്പോൾ Aൻ്റെ ഫ്രണ്ട് വ്യൂ, Aയിൽ നിന്ന് നമുക്ക് Aൻ്റെ ടോപ്പ് വ്യൂ, ഓക്കെ, Aൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ VP-യിൽ കിട്ടും Aൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മളതിനെ ഫ്രണ്ട് വ്യൂ ആയതുകൊണ്ട് A' എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിൻ HP-യിൽ നമുക്ക് കിട്ടുന്നു, A എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് പോയിന്റ് A is above HP and in VP. A എന്നുള്ള പോയിന്റ് നമുക്കിവിടെ കാണാം, above HP എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ് A. A is above HP and in VP. in VP എന്ന് പറയുമ്പോൾ നമ്മുടെ A എന്നുള്ള പോയിന്റ് ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ്. വെർട്ടിക്കൽ പ്ലെയിനിലെ ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിനും അല്ല, ബിഹൈൻഡും അല്ല, വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെയാണ് ആ പോയിന്റ്. ഈ പ്ലെയിനിൽ ടച്ച് ചെയ്തിട്ടുള്ള ഈ പ്ലെയിനിൽ തന്നെയുള്ള ഈ പോയിന്റ്. അതുകൊണ്ടാണ് ഇത് പോയിന്റ് A is in VP അല്ലെങ്കിൽ ഓൺ VP എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എങ്ങനെ വരാം? ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കുമ്പോൾ A അതേ വെർട്ടിക്കൽ പ്ലെയിനുമ്പോൾ ടച്ച് ചെയ്തിരിക്കുകയാണ്. പിന്നെ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല, കാരണം ആ വെർട്ടിക്കൽ പ്ലെയിൻ അതേ പൊസിഷനിൽ തന്നെയായിരിക്കും A എന്നുള്ള പോയിന്റ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ A ഇരിക്കുന്ന അതേ പോയിന്റ് തന്നെയായിരിക്കും. എന്നാൽ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ Aൻ്റെ പ്രൊജക്ഷൻ ലൈൻ വരച്ചാൽ അത് നേരെ ചെന്ന് നമ്മുടെ ഈ റെഫറൻസ് ലൈനായ XY ലൈനുമേ ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ A എന്ന പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിലാവുമ്പോൾ നമ്മുടെ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം Aൻ്റെ ഇമേജ്, അതായത് Aൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൽ ആണ് കിട്ടുക. അപ്പോൾ A' ഫ്രണ്ട് വ്യൂ നമുക്ക് A ഉള്ള അതേ പോയിന്റിലും ടോപ്പ് വ്യൂ A സ്മോൾ ലെറ്റർ A നമുക്ക് XY ലൈനിലാണ് കിട്ടുക. ഇനി തേർഡ് കണ്ടീഷൻ എന്താ പറയുന്നത്? പോയിന്റ് A ഈസ് ഇൻ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. പോയിന്റ് A HP-യിലുള്ള ഒരു പോയിന്റാണ്. HP എന്ന പ്ലെയിനിൽ ലൈ ചെയ്യുന്നു A ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. VP-യുടെ ഫ്രണ്ടിലാണ്, HP-യിലാണ് ആ പോയിന്റ്. അപ്പോൾ ഈ തേർഡ് കേസിൽ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എങ്ങനെയാണ് നോക്കാം? അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ A HP എന്ന പ്ലെയിനിലാണ്. അപ്പോൾ HP എന്ന പ്ലെയിൻ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഈ XY ലൈനിലേക്കാണ് പ്രൊജക്റ്റ് ആവുന്നത്. അപ്പോൾ A എന്നുള്ള പോയിന്റും ഈ XY ലൈനിൽ ചെന്ന് പ്രൊജക്ഷൻ ലൈൻ മീറ്റ് ചെയ്യും. അപ്പോൾ XY ലൈനിൽ ഒരു പോയിന്റ് ആയിട്ടാണ് ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള A' നമുക്ക് കിട്ടുക.
അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് HP എന്നുള്ള പോയിന്റിൽ തന്നെ ആയതുകൊണ്ട് പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കേണ്ട കാര്യമില്ല, ഓൾറെഡി അത് HP-യിലാണ്. അപ്പോൾ എക്സാക്ട്ലി ആ പോയിന്റിൽ തന്നെ ആയിരിക്കും Aൻ്റെ ടോപ്പ് വ്യൂ. ഇനി നമുക്കിപ്പോൾ പേപ്പറിൽ ഇങ്ങനെ 90 ഡിഗ്രിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് ഓർത്തോഗ്രാഫിക് പ്രസൻറ്റേഷൻ ആയിട്ട് ഒരു സിംഗിൾ പ്ലെയിൻ ഓഫ് പേപ്പറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. അതിന് വേണ്ടി നമ്മൾ ഈ HP എന്നുള്ള പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും ഈ 3 കേസിലും. അപ്പോൾ HP പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റ് കേസിൽ നമ്മൾ HP റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അതേ പ്ലെയിനിലേക്ക് HP റൊട്ടേറ്റ് ചെയ്തു നമ്മൾ. അങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാണാം നമ്മുടെ റെഫറൻസ് ലൈൻ ഈ XY ലൈൻ ഇവിടെ ഇതാണ് നമ്മുടെ ആ റെഫറൻസ് ലൈൻ XY ലൈനിൻ്റെ ടോപ്പിലാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ A'. ഇവിടെ കാണാം ഈ ഫ്രണ്ട് വ്യൂ A'. അതുപോലെ തന്നെ XY ലൈനിൻ്റെ ബോട്ടത്തിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. കാരണം നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ബോട്ടത്തിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ആകുമ്പോൾ ഈ HP എന്ന പ്ലെയിൻ ബോട്ടം താഴേക്കാണ് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ XY ലൈനിൻ്റെ താഴെ കിട്ടും. ഈ കേസിൽ നമുക്ക് കാണാം ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൽ തന്നെയായിരിക്കും. A' ഇരിക്കുന്ന അതേ പൊസിഷനിലായിരിക്കും. ഈ കേസിൽ കണ്ടില്ലേ പോയിന്റ് HP-യിലാണ്. അപ്പോൾ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് XY ലൈനിൻ്റെ താഴെയാണ് കിട്ടുന്നത്. ടോപ്പ് വ്യൂ ഈസ് ബിലോ XY. ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ നമുക്ക് XY ലൈനിൽ തന്നെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ A' എന്ന് പറയുന്നത് XY ലൈനിൽ തന്നെയാണ്. അപ്പോൾ A' നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ XY ലൈനിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് കിട്ടുന്ന ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എല്ലാം ഒരു സിംഗിൾ ലൈനിൽ തന്നെയായിരിക്കും. കണ്ടോ A'-ഉം A'യും ഈ എല്ലാ കേസും അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഈ പോയിന്റ് എപ്പോഴും ഒരു സിംഗിൾ ലൈനിലായിരിക്കും. കാരണം ഒരു പോയിന്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാണ് 90 ഡിഗ്രിയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരൊറ്റ സിംഗിൾ ലൈനിലായിരിക്കും ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് കിട്ടാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കുമ്പോൾ അത് നിങ്ങൾ ഒറ്റ ലൈനിൽ തന്നെ വരയ്ക്കണം. ഇനി നമുക്ക് അപ്പോൾ ഏതൊക്കെ കേസിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം ഒരു പോയിന്റിനെ കുറിച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഓറിയൻറ്റേഷൻ ഓഫ് എ പോയിന്റ് ഇൻ എ സ്പേസ് സാധാരണ 4 കണ്ടീഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 4 കണ്ടീഷൻസ് ആണ് എക്സാമിൽ നിങ്ങളോട് ചോദിക്കുക. ക്വാഡ്രൻറ്റ് 1, 2, 3, 4 ഈ ഏതെങ്കിലും ക്വാഡ്രൻറ്റിലായിരിക്കും നമ്മുടെ പോയിന്റ്സ് ഉണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ അതിന് പോയിന്റ് ലൈസ് ഇൻ ക്വാഡ്രൻറ്റ് 1 എന്ന് ചോദിക്കുന്നതിന് പകരം എ പോയിന്റ് A ലൈസ് ഇൻ ഇപ്പോൾ എത്രയും ഡിസ്റ്റൻസ് വരെ തന്നിട്ടുണ്ട് 50 mm above HP ആൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ above HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP അങ്ങനെ ഒരു കണ്ടീഷനിലായിരിക്കും അവർ നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ എബവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യണം അത്. അതുപോലെ സെക്കൻഡ് ക്വാഡ്രൻ എന്ന് പറയുമ്പോൾ എബവ് HP ആൻഡ് ബിഹൈൻഡ് VP എന്ന ക്വസ്റ്റ്യനിലുണ്ടാവുക. തേർഡ് ക്വാഡ്രൻ്റ് ആകുമ്പോൾ ബിലോ HP ആൻഡ് ബിഹൈൻഡ് VP. അതുപോലെ ഫോർത്ത് ക്വാഡ്രൻ്റ് വരുമ്പോൾ ബിലോ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ് വരാം ക്വസ്റ്റ്യൻസിൽ. ഇനി ഇത് കൂടാതെ ഈ പോയിന്റ്സ് ഏതെങ്കിലും പ്ലെയിനിൽ വരാണെങ്കിൽ ആ ഒരു അഡീഷണൽ കണ്ടീഷൻസ് കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ആ പോയിന്റ് നമുക്ക് ഇൻ എ പ്ലെയിൻ അതായത് എബവ് HP ആൻഡ് ഇൻ VP. അപ്പോൾ HP ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മുകളിലാണ് ആ പോയിന്റ്, പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനിൽ എവിടെയോ ആണ്. ഇപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും ആ പോയിന്റ് വരാം. അതുപോലെ തന്നെ ബിലോ HP എ പോയിന്റ് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ബിലോ ആയിരിക്കും, പക്ഷേ വെർട്ടിക്കൽ പ്ലെയിനിലായിരിക്കും ആ പോയിന്റ് വരാം. അതുപോലെ എ പോയിന്റ് ഈസ് ഇൻ HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ VP വെർട്ടിക്കൽ പ്ലെയിനിലെ ഇൻ ഫ്രണ്ട് ഓഫ് ആണ് പോയിന്റ് വരാം. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും. അപ്പോൾ പോയിന്റ് ഈ ഒരു പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും വരാം. ഓർ ഈ എട്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഈസ് ഇൻ HP ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ആ പോയിന്റ് ബിഹൈൻഡ് VP വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എവിടെയോ ആണ് ആ പോയിന്റ്. ഫൈനൽ കേസ് ഇൻ എ പ്ലെയിൻ ദറ്റ് ഈസ് ഇൻ HP ആൻഡ് ഇൻ VP അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലും വെർട്ടിക്കൽ പ്ലെയിനിലും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഈ പോയിന്റ്. അപ്പോൾ അത് എന്തായാലും ആ പോയിന്റ് വരുന്നത് ഈ XY ലൈനിലായിരിക്കും. കാരണം വെർട്ടിക്കൽ പ്ലെയിനിനും ഹൊറിസോണ്ടൽ പ്ലെയിനിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ഈ
XY ലൈനാണ്. സോ ഈ കേസ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കേസാണ്. എ പോയിന്റ് ഈസ് ഇൻ HP ആൻഡ് VP എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് സ്വാഭാവികമായിട്ടും ഈ XY ലൈനിലായിരിക്കും ഉണ്ടാവുക. നമുക്കിനി എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഓരോ കണ്ടീഷൻസും ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പൊസിഷൻ 1, ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ക്വാഡ്രൻറ്റ് 1ലാണ് പോയിന്റ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും പോയിന്റിൻ്റെ പേര് A1 ഈസ് 20 mm above HP ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, ദ പോയിന്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ നമുക്ക് വരണം അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതിൻ്റെ 3D വ്യൂ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്നും ഈ 3D വ്യൂ ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാനേ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു 3D വ്യൂ കാണിക്കുന്നത്. നമുക്ക് എക്സാമിന് സ്വാഭാവികമായിട്ടും ഈ 2D ആയിട്ടുള്ള നമ്മുടെ റിസൾട്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ XY ലൈൻ. അപ്പോൾ പോയിന്റ് A1 ഈസ് 20 mm HP, ഇത് HP, ഇത് VPയിൽ നിന്ന് HP-യിൽ നിന്ന് 20 mm എബോവ് ആണ് A1 ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ A1ൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. A1 നമ്മൾ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഫ്രണ്ടിൽ നിന്ന് നോക്കി, ഈ സൈഡിൽ നിന്ന് ഒബ്സർവർ നോക്കി പ്രൊജക്റ്റ് ചെയ്തു. A1 പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ A1ൻ്റെ ഫ്രണ്ട് വ്യൂ A1- നമുക്ക് ഇവിടെ കിട്ടും ഇമേജ്. A1- എന്ന് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കി. അപ്പോൾ A1ൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് സ്മോൾ ലെറ്റർ A1 നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ പ്ലെയിൻ HP എന്ന പ്ലെയിൻ നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ അതേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ക്ലോക്ക് വൈസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും സിംഗിൾ പ്ലെയിനിലാവും. അപ്പോൾ ഈ XY ലൈനിൻ്റെ മുകളിൽ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിൻ കിട്ടും. XY ലൈനിൻ്റെ താഴെ നമുക്ക് ഈ സെയിം ഹൊറിസോണ്ടൽ പ്ലെയിൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ പോയിന്റ് A1- അതായത് ഫ്രണ്ട് വ്യൂ നമുക്കറിയാം. നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ XYയിൽ നിന്ന് അല്ലെങ്കിൽ HP-യിൽ നിന്ന് 20 mm എബോവ് HP ആണ് A1 എന്ന പോയിന്റ്. സോ നമ്മൾ 2Dയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ XYയിൽ നിന്ന് 20 mm എബോവ് XY ലൈൻ. കാരണം HP നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ XY ലൈൻ പോലെ സെയിം ലൈനായിട്ടാണ് കാണാം. ഈ XY ലൈനിൽ നിന്ന് ഈ 20 mm ആണ് HP എന്നുള്ള ഹൈറ്റ്. ഈ 20 mm എന്നുള്ള ഹൈറ്റ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഡിസ്റ്റൻസസ് 10 mm അതുപോലെ 20 mm. ഇപ്പോൾ എ പോയിന്റ് ഈസ് 20 mm HP എന്ന് പറയുമ്പോൾ ഫ്രണ്ട് വ്യൂവിലാണ് നമുക്ക് ആ 20 mm കാണാൻ പറ്റുക. ഫ്രണ്ട് വ്യൂവിൽ പക്ഷേ ഈ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുള്ള കാര്യം നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കിട്ടില്ല. അത് നമുക്ക് ടോപ്പ് വ്യൂവിൽ നമുക്ക് കിട്ടുള്ളൂ. 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എന്നാൽ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP കിട്ടും, പക്ഷേ 20 mm എബോവ് HP എന്നുള്ളത് നമുക്ക് ടോപ്പ് വ്യൂവിൽ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഈ പോയിന്റ് A1ൻ്റെ ഫ്രണ്ട് വ്യൂ A1- നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ HP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ HP-യിൽ നിന്ന് 20 mm എബോവ് A1 എന്ന് പറയുമ്പോൾ നമുക്കത് ഫ്രണ്ട് വ്യൂവിൽ ആ 20 mm വിസിബിൾ ആയിരിക്കും. അപ്പോൾ HP-നെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ടോപ്പ് വ്യൂവിൻ്റെ കേസ് പറയുമ്പോൾ ടോപ്പ് വ്യൂ നമുക്ക് ആ പോയിൻ്റ് പൊസിഷൻ അറിയാൻ VP-യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ VP-യിൽ നിന്ന് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ് A1. അപ്പോൾ ടോപ്പ് വ്യൂ റിലേറ്റ് ചെയ്തിട്ടുള്ളത് VP-നെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ
അപ്പോൾ താഴെയാണ് വരാം. അപ്പോൾ നമുക്ക് A1 താഴെ കിട്ടും. അതായത് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുള്ളത് നമുക്ക് 10 mm ബിലോ XY ലൈൻ. കാരണം ഈ 10 mm നമുക്ക് ഇവിടെയാണ് കിട്ടുക HP-യിൽ. ഈ HP എന്ന പ്ലെയിൻ നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ A1 എന്നുള്ള പോയിന്റ് XY ലൈൻ്റെ താഴേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസും അതുപോലെ ടോപ്പ് വ്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഡിസ്റ്റൻസുമാണ്. നമുക്ക് നോക്കാം, നെക്സ്റ്റ് കണ്ടീഷൻസ് കൂടി നോക്കാം. അപ്പോൾ ഈ കേസിൽ 3D ഇമേജിൻ്റെ കേസിൽ നമുക്ക് കാണാം പോയിന്റ് A1 എന്ന് പറയുന്നത് എബോവ് HP ആണ്. പോയിന്റ് A1 എബോവ് HP ആവുമ്പോൾ നമ്മൾ 2Dയിൽ അത് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ A1 ഡാഷ് ഈസ് ആൾസോ എബോവ് XY. ആ പോയിന്റ് ഈസ് 3D വ്യൂവിൽ ഇൻ ഫ്രണ്ട് ഓഫ് VP. 2D വ്യൂവിൽ നമുക്കപ്പോൾ A1 ബിലോ XY ലൈനാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് കേസ് പൊസിഷൻ 2. ആ പോയിന്റ് A2 എന്ന് വിചാരിക്കുക, അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് അസ്യൂം ചെയ്യാം. അതായത് ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും എ പോയിന്റ് ഈസ് 10 mm എബോവ് HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. അപ്പോൾ ഈ കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാലോചിക്കുക. ഇതിൽ പറയുന്നു 10 mm എബോവ് HP. അപ്പോൾ എബോവ് HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. VPൻ്റെ പുറകിലും HP-യുടെ എബോവ് ആണ്. അപ്പോൾ ആ പോയിന്റ് സ്വാഭാവികമായിട്ടും സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. നമ്മുടെ XY ലൈൻ, നമ്മൾ A2 എന്നുള്ള പോയിന്റ് ഇതാണ്. നമ്മൾ ഫ്രണ്ട് വ്യൂ ഈ ഡയറക്ഷൻ, ഒബ്സർവർ ഓൾവേസ് ഈ സൈഡിൽ നിന്നാണ്, ഒബ്സർവർ ഈ സൈഡിൽ നോക്കി A2 നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു, വെർട്ടിക്കൽ പ്ലെയിനിലെ പോയിന്റ് കിട്ടി A2 ഡാഷ്. നമുക്കതറിയാം XY ലൈനിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ A2 ഡാഷ് ഇവിടെ മാർക്ക് ചെയ്തു. ഈ A2 ഡാഷ് നമുക്കറിയാം നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ നോക്കുക, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് നോക്കുക. HP എന്നുള്ള ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 mm എബോവ് HP ആണ്. അപ്പോൾ ഈ ഹൈറ്റ് 10 mm എന്നുള്ള ഈ ഹൈറ്റ് നമുക്ക് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ 10 mm തന്നെയായിരിക്കും നമുക്ക് XY ലൈനിൻ്റെ മുകളിൽ കിട്ടുക. ഈ 10 mm ഈ ഹൈറ്റ്, ദാറ്റ് ഈസ് 10 mm എബോവ് HP എന്നുള്ള ഹൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് ഫ്രണ്ട് വ്യൂവിൽ. ഓക്കെ, ഇനി A2 അതിൻ്റെ ടോപ്പ് വ്യൂ A2 നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടും. ഈ A2 എന്നുള്ള പോയിന്റ് 20 mm ബിഹൈൻഡ് HP ആണ്. 20 mm ബിഹൈൻഡ് HP. അപ്പോൾ ഈ 20 mm എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ അറിയില്ല, പക്ഷേ ടോപ്പ് വ്യൂവിന് കിട്ടും. അതായത് ടോപ്പ് വ്യൂ VP എന്നുള്ള ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് ഈ 20 mm എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് A2 മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമുക്ക് കിട്ടിയ ഈ A2 നമ്മുടെ പേപ്പറിലേക്ക് നമ്മൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ HP എന്നുള്ള പ്ലെയിൻ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ HP ഈ VP-നെ ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ A2-ൻ്റെ ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണാം XY ലൈനിൽ 20 mm ബിഹൈൻഡ് VP ആണ്. ആ A2 നമ്മൾ ഈ വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ A2 എന്ന് പറയുന്നത് XY ലൈനിൽ 20 mm എബോവ് XY ലൈനിൽ കിട്ടും. ഇത് 20 mm ആണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ A2-ൻ്റെ മുകളിലായിട്ട്, A2 ഡാഷിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ടോപ്പ് വ്യൂ ആയിട്ടുള്ള A2 കിട്ടും. അപ്പോൾ A2 നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ A2 ഡാഷ് 10 mm A2 20 mm ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് ക്വാഡ്രൻറ്റ് 2-ലാവുമ്പോൾ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമുക്ക് XY ലൈനിൻ്റെ എബോവ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് പോയിന്റ് എബോവ് HP, A2 എന്ന പോയിന്റ് എബോവ് HP ആവുമ്പോൾ 2Dയിൽ നമുക്ക് കാണാം point is above XY line. A2 dash front view is above XY line. Point behind VP ആവുമ്പോഴും top view is above XY line. Point
വി പിൻ്റെ പുറകിലാവുമ്പോഴും എച്ച് പി റൊട്ടേറ്റ് ചെയ്യുന്ന കാരണം A2 ഈസ് എബോ XY ലൈൻ. ഇനി തേർഡ് പൊസിഷൻ അസ്യൂം പോയിന്റ് ഈസ് ഇൻ തേർഡ് ക്വാഡ്രൻറ്റ്, അതായത് A3 എന്ന പോയിന്റ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും 10 mm ബിലോ HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. അപ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ, ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. നമ്മുടെ പോയിന്റ് A3 ഈസ് 10 mm ബിലോ HP ആൻഡ് 20 mm ബിഹൈൻഡ് VP. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിൻ്റെ ഇവിടെ കിട്ടും. അതുകൂടാതെ HP എന്നുള്ള ഡിസ്റ്റൻസ് കൂടി നമുക്ക് കിട്ടും ഫ്രണ്ട് വ്യൂവിൽ. HP എന്ന് എത്ര? 10 mm ബിലോ HP. അപ്പോൾ ഈ 10 mm ബിലോ HP എന്നുള്ള ഡിസ്റ്റൻസ് കൂടി നമുക്ക് ഈ ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ A3 ഡാഷ് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്തു, അതിവിടെ പ്ലോട്ട് ചെയ്തു. അപ്പോൾ A3 ഡാഷ് കാണാം, ഈ XY ലൈൻ്റെ താഴെയാണ് നമുക്ക് കിട്ടുന്നത് A3 ഡാഷ്. അപ്പോൾ XY ലൈൻ്റെ താഴെ തന്നെ ഇവിടെ വരും, കാരണം നമ്മൾ ഡ്രോ ചെയ്യുന്ന പേപ്പർ വെർട്ടിക്കൽ പ്ലെയിനാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ 2 ഡയമെൻഷനിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം XY ലൈൻ്റെ താഴെയാണ് A3 ഡാഷ്, 10 mm ബിലോ HP. അപ്പോൾ 10 mm ബിലോ XY ലൈനായിട്ട് A3 ഡാഷ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ടോപ്പ് വ്യൂ നോക്കി, ടോപ്പ് വ്യൂവിൽ A3 നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റർ A3 നമുക്ക് ഇവിടെ കിട്ടും. ഇനി ഈ പ്ലെയിൻ നമ്മൾ 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ വെർട്ടിക്കൽ പ്ലെയിൻ്റെ അതേ പ്ലെയിനിലേക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എത്തും, ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ A3 എന്നുള്ള പോയിൻറ്റും 90 ഡിഗ്രി നമ്മളിങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് വ്യൂവിൽ A3ന് വെർട്ടിക്കൽ പ്ലെയിൻ എന്നുള്ള ഡിസ്റ്റൻസ് 20 mm ആണ് കിട്ടും. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ 20 mm XY ലൈൻ്റെ ടോപ്പിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ 20 mm എബോവ് XY ലൈൻ അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ A3 നമ്മളിവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയും കാണാം, ഇവിടെ പോയിന്റ് A3 ഈസ് ബിലോ HP. അങ്ങനെ വരുമ്പോൾ 2Dയിൽ ആ പോയിന്റ് A3 ഡാഷ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഈസ് ബിലോ XY ലൈൻ. പോയിന്റ് ഈസ് ആൾസോ ബിഹൈൻഡ് VP. A3 എന്ന പോയിന്റ് VP ബിഹൈൻഡ് ആവുമ്പോൾ ഇറ്റ്സ് ടോപ്പ് വ്യൂ വിൽ ബി എബോവ് XY ലൈൻ. ടോപ്പ് വ്യൂ ഈസ് എബോവ് XY ലൈൻ. ഇനി ഫോർത്ത് കേസ്, പോയിന്റ് ഈസ് 10 and the point A4. A4 is 10 mm below HP and 20 mm in front of VP. അപ്പോൾ തന്നെ നമുക്കറിയാം, ഇതാണ് നമ്മുടെ പോയിന്റ് A4. A4 എന്ന് പറയുന്നത് 10 mm below HP, 20 mm in front of VP, അതായത് ഫോർത്ത് ക്വാഡ്രൻറ്റ്. നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കി, ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ അത് കിട്ടി, A4 ഡാഷ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ 2Dയിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ XY ലൈൻ നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ അപ്പോൾ താഴെയായിരിക്കും. അപ്പോൾ നമുക്ക് A4 ഡാഷ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് XY ലൈൻ്റെ താഴെ കിട്ടും. അത് എത്ര ഡിസ്റ്റൻസ്? 10 mm, ബിക്കോസ് ഇറ്റ്സ് 10 mm ബിലോ HP. അപ്പോൾ HP ഇത് HP എന്ന് 10 mm ബിലോ എന്നുള്ളത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ 10 mm ബിലോ HP A4 നമ്മൾ മാർക്ക് ചെയ്തു, A4 ഡാഷ്. ഇനി നമ്മൾ ടോപ്പ് വ്യൂ നോക്കി, ടോപ്പ് വ്യൂ നോക്കുമ്പോൾ A4 നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടേക്ക് പ്രൊജക്റ്റ് ചെയ്തു, അതാണ് A4. ഇനി നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഈ വെർട്ടിക്കൽ പ്ലെയിനിനെ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ A4 എന്നുള്ള പോയിന്റ് നമുക്ക് വീണ്ടും XY ലൈൻ്റെ താഴേക്ക് തന്നെ പോകും. അപ്പോൾ A4 നമുക്ക് ടോപ്പ് വ്യൂവിൽ അറിയാം, A4 ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരം മാറിയിട്ടാണ്? 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ A4 XY ലൈനിൽ നിന്ന് 20 mm നീങ്ങിയിട്ടാണ്. അപ്പോൾ A4 നമ്മൾ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ A4 താഴേക്ക് പോവും, XY ലൈനിൻ്റെ 20 mm താഴെ. അപ്പോൾ XY ലൈനിൻ്റെ 20 mm താഴെ നമുക്ക് A4 കിട്ടും. അപ്പോൾ ഈ കേസിൽ നോക്കാം, A4 എന്ന പോയിന്റ് ബിലോ HP ആവുമ്പോൾ
നമുക്ക് കാണാം അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആൾസോ ഈസ് ബിലോ എക്സ് വൈ ലൈൻ. പോയിന്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ കേസിലും ടോപ്പ് വ്യൂ ഈസ് ബിലോ എക്സ് വൈ ലൈൻ. ടോപ്പ് വ്യൂ നമുക്ക് എക്സ് വൈ ലൈൻ താഴെയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി ഒരു ഫിഫ്ത്ത് പൊസിഷൻ നമുക്ക് നോക്കാം. ഈ കണ്ടീഷനിൽ എന്താ പറയുന്നത്? A5 പോയിന്റ് A5 ആണ്. ഇറ്റ് ഈസ് 10 mm എബോവ് എച്ച് പി. പോയിന്റ് എച്ച് പിയിൽ നിന്ന് 10 mm മുകളിലും ആൻഡ് പോയിന്റ് ഈസ് ഇൻ വി പി. വി പി എന്ന പ്ലെയിനിൽ തന്നെയാണ് പോയിന്റ്. അപ്പോൾ അസ്യൂം ഇതാണ് ആ പോയിന്റ് A5. അപ്പോൾ A5 എച്ച് പിയിൽ നിന്ന് 10 mm എബോവ് ബട്ട് ഈസ് ഇൻ വി പി. അപ്പോൾ ഈ പോയിന്റ് ഈ വി പിയിലാണ് ലൈ ചെയ്യുന്നത്, എച്ച് പിയിൽ നിന്ന് 10 mm. നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം A5 ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 10 mm എബോവ് എച്ച് പി ആണ് നമുക്ക് ഈ ഫ്രണ്ട് വ്യൂവിൽ തന്നെ കാണാം. വേറെ പ്രൊജക്ഷൻ ലൈൻ നമ്മളിപ്പോൾ ഇനി വരയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ A5 നമ്മൾ 10 mm എബോവ് ആയി നമുക്ക് കിട്ടി. നമ്മൾ A5 ഡാഷ് മാർക്ക് ചെയ്തു, 10 mm എബോവ് എക്സ് വൈ ലൈൻ. ഇനി ടോപ്പ് വ്യൂ നോക്കി. ടോപ്പ് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാം A5 ഡാഷ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നേരെ അത് എക്സ് വൈ ലൈനിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. അപ്പോൾ A5ൻ്റെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനിലായിരിക്കും. എക്സ് വൈ ലൈനിലായിരിക്കും A5 വരാം. അപ്പോൾ നമ്മൾ 2Dയിൽ മാർക്ക് ചെയ്യുമ്പോഴും A5 ഈ എക്സ് വൈ ലൈനിലായിരിക്കും. അപ്പോൾ ഈ കേസിൽ നോക്കാം പോയിന്റ് ഈസ് എബോവ് എച്ച് പി. ഈ പോയിന്റ് A5 ഈസ് എബോവ് എച്ച് പി. അപ്പോൾ ഫ്രണ്ട് വ്യൂവിലും നമ്മുടെ പോയിന്റ് ഈസ് എബോവ് എക്സ് വൈ ലൈൻ. പോയിന്റ് ഈസ് ഇൻ വി പി. A5 വി പിയിലാണ്. ടോപ്പ് വ്യൂവിൽ അപ്പോൾ നമുക്ക് കാണാം ആ പോയിന്റ് ഈസ് ഓൺ എക്സ് വൈ ലൈൻ. ഇനി സിക്സ്ത് കണ്ടീഷൻ നോക്കാം. പോയിന്റ് A6 ആണ്. ഇറ്റ് ഈസ് 10 mm ബിലോ എച്ച് പി ആൻഡ് ഇൻ വി പി. A6 ഈസ് 10 mm ബിലോ എച്ച് പി ആൻഡ് ഇൻ വി പി. അപ്പോൾ ഇതും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഈ പോയിന്റ്, പക്ഷേ 10 mm ബിലോ നമ്മുടെ എച്ച് പി ലൈൻ, എച്ച് പി പ്ലെയിനിന് 10 mm ബിലോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം ഈ 10 mm ബിലോ ആയിട്ട് A6 നമുക്ക് കിട്ടും. അപ്പോൾ A6 ഡാഷ് നമുക്ക് 10 mm ബിലോ എക്സ് വൈ ലൈനിൽ ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി ടോപ്പ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ A6 നമ്മൾ പ്രൊജക്റ്റ് ചെയ്താൽ എക്സ് വൈ ലൈനിൽ ചെന്ന് മുട്ടും. അപ്പോൾ A6 അതായത് സ്മോൾ A6 നമുക്ക് എക്സ് വൈ ലൈനിൽ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് A6 ഈ എക്സ് വൈ ലൈനിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം ഇഫ് പോയിന്റ് ഈസ് ബിലോ എച്ച് പി. ഇവിടെ പോയിന്റ് ഈസ് ബിലോ എച്ച് പി. അതിൻ്റെ ഫ്രണ്ട് വ്യൂ A6 ഡാഷ് ഈസ് ബിലോ എക്സ് വൈ ലൈൻ. പോയിന്റ് ഈസ് ഇൻ വി പി ആണെങ്കിൽ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ടോപ്പ് വ്യൂ A6ൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. ഇനി ഒരു സെവൻത്ത് കേസ് നോക്കാം. പോയിന്റ് A7. പോയിന്റ് A7 ഈസ് ഇൻ എച്ച് പി ആൻഡ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. നമ്മുടെ വി പി പ്ലെയിനിൽ നിന്ന് 10 mm മുന്നിലായിട്ടാണ് A7. നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കാം. A7ൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് എക്സ് വൈ ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ A7 ഡാഷ് എക്സ് വൈ ലൈനിലായിരിക്കും. നമുക്കത് എക്സ് വൈ ലൈനിൽ ഇവിടെ മാർക്ക് ചെയ്യാം A7 ഡാഷ്. ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാം A7 എക്സ് വൈ ലൈൻ അല്ലെങ്കിൽ A7 വെർട്ടിക്കൽ പ്ലെയിനിന് എത്ര മാറിയിട്ടാണെന്ന് നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാം. ടോപ്പ് വ്യൂവിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ A7 ഈസ് 10 mm ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണുമ്പോൾ അറിയാം 10 mm മാറിയുള്ള ഈ A7 നമ്മൾ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ എക്സ് വൈ ലൈൻ്റെ താഴേക്ക് പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2Dയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈൻ്റെ താഴേക്ക് 10 mm മാർക്ക് ചെയ്യാം. അപ്പോൾ ടോപ്പ് വ്യൂ A7 നമുക്ക് എക്സ് വൈ ലൈൻ്റെ താഴെ കിട്ടും. അപ്പോൾ ഈ കണ്ടീഷനിൽ നോക്കാം പോയിന്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഈ പോയിന്റ് A7 ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ബിലോ എക്സ് വൈ. പോയിന്റ് ഈസ് ഇൻ എച്ച് പി. പോയിന്റ് എച്ച് പിയിൽ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ
will be on XY line. Eighth condition നോക്കാം. A point A8 is in HP and behind VP. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. A8 ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് XY ലൈനിൽ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ A8 ഡാഷ് നമുക്ക് XY ലൈനിൽ തന്നെ കിട്ടും, A8 ഡാഷ്. ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ A8 നമുക്ക് ഈ എക്സാക്ട്ലി ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും, ഈ HP-യുടെ ഈ പ്ലെയിനിൽ തന്നെയായിരിക്കും. അപ്പോൾ ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ A8, അതായത് ഇത് 10 mm ബിഹൈൻഡ് VP എന്നുള്ളത് 10 mm എബോവ് XY ലൈനിൽ കിട്ടും. കാരണം ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഓവർലാപ്പ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 mm എന്ന ഡിസ്റ്റൻസ് നമുക്ക് ഈ A8ൻ്റെ XY ലൈനിൻ്റെ മുകളിലേക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് A8 ഇവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദ പോയിന്റ് A8 ഈസ് ബിഹൈൻഡ് VP. അങ്ങനെ വരുമ്പോൾ ടോപ്പ് വ്യൂ വിൽ ബി എബോവ് XY ലൈൻ. പിന്നെ പോയിന്റ് ഈസ് ഇൻ HP. പോയിന്റ് ഈസ് ഇൻ HP. അപ്പോൾ ടോപ്പ് വ്യൂ വിൽ ബി ഓൺ അപ്പോൾ ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ XY ലൈൻ. ഫ്രണ്ട് വ്യൂ നമുക്ക് അപ്പോൾ XY ലൈനിൽ കിട്ടും. ഇനി ഇതാണ് ലാസ്റ്റ് കേസ്. ഇത് ഏറ്റവും സിമ്പിളാണ്. ഇപ്പോൾ ഇതിൽ പറയുന്നു പോയിന്റ് A9 ഇറ്റ് ഈസ് ഇൻ HP ആൻഡ് ഇൻ VP. അതായത് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുമാണ് വെർട്ടിക്കൽ പ്ലെയിനിലുമാണ്. അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അത് XY ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഇതാണ് ആ പോയിന്റ് A9. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫ്രണ്ട് വ്യൂ വരുമ്പോഴും അത് XY ലൈനിലായിരിക്കും. അപ്പോൾ A9 ഡാഷ് XY ലൈനിലായിരിക്കും. ടോപ്പ് വ്യൂ നോക്കിയാലും അത് ഈ XY ലൈനിൽ തന്നെയായിരിക്കും. അപ്പോൾ A9 എന്നുള്ളത് ഇതേ പോയിന്റ് തന്നെയായിരിക്കും. ഇത് രണ്ടും സെയിം പോയിന്റ് ആണെങ്കിലും നമ്മൾ ഈ രണ്ട് നൊട്ടേഷൻസ് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ കാണിക്കണം. ഓക്കെ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും സെയിം ആണെങ്കിൽ പോലും നമ്മൾ നൊട്ടേഷൻസ് രണ്ടും നമ്മുടെ ആൻസർ ഷീറ്റിൽ കാണിക്കണം. അപ്പോൾ ഈ കേസിൽ പോയിന്റ് ഈസ് ഇൻ HP, ദെൻ ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ XY ലൈൻ. പോയിന്റ് ഈസ് ഇൻ VP, then its top view will be on XY line. അപ്പോൾ ഈ എല്ലാ കൺക്ലൂഷൻസും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് അസ്യൂം നമ്മളൊരു പോയിന്റ് HP-നെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ ഒരു പോയിന്റ് എബോവ് HP ആണെങ്കിൽ, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിലോ സെക്കൻഡ് ക്വാഡ്രന്റിലോ ആവാം. പോയിന്റ് നമുക്കറിയാം ഈസ് എബോവ് HP എന്നാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ പൊസിഷനിൽ നിന്നാണ് ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. അപ്പോൾ ഒബ്സർവർ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A ഡാഷ് വിൽ ബി ഓൾവേസ് എബോവ് XY ലൈൻ. അപ്പോൾ നമ്മുടെ പോയിന്റ് ഈസ് എബോവ് HP എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ, ദ പോയിന്റ് ഈസ് എബോവ് HP എന്നാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് A ഡാഷ്, അതായത് ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൾവേസ് എബോവ് XY ലൈൻ. അതുപോലെ ഇഫ് A എന്ന പോയിന്റ് ഈസ് ബിലോ HP എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. A ഈസ് ബിലോ HP എന്ന് പറഞ്ഞാൽ നമുക്ക് A ഡാഷ് വിൽ ബി ഓൾവേസ് ബിലോ XY ലൈൻ. ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൾവേസ് ബിലോ XY ലൈൻ. A എന്ന പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ എപ്പോഴും അപ്പോൾ XY ലൈൻ്റെ താഴെയായിരിക്കും. അതുപോലെ A എന്ന പോയിന്റ് ഇഫ് A ഈസ് ഓൺ HP, ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ളൊരു പോയിന്റ് ആണ് A എങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം ആ പോയിന്റ് വിൽ ബി ഓൾവേസ് ഓൺ ദ XY ലൈൻ. അപ്പോൾ A എന്ന പോയിന്റ് HP-യിലൊരു പോയിന്റ് ആണെങ്കിൽ ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൾവേസ് ഓൺ XY ലൈൻ. ഇനി VP-നെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. ഇനിയിപ്പോൾ VP ടോപ്പ് വ്യൂവിൽ നിന്ന് നമുക്ക് ബേസ് ചെയ്ത് പറയുമ്പോൾ ഇപ്പോൾ ഒരു പോയിന്റ് A എന്നുള്ള പോയിന്റ് ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ ഇൻഫ്രണ്ട് ആണ് നമ്മുടെ പോയിന്റ്. നമ്മളിവിടുന്ന് ഒബ്സർവർ ഇവിടെ നോക്കുന്നു. അപ്പോൾ A എന്നുള്ള പോയിന്റ് ഈ വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ മുന്നിലാണ്, ഇൻഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലോ അതല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിലോ ആവാം. ഈ രണ്ട് കേസിലായാലും പോയിന്റ് ഈ ഒരു ഇൻഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലല്ലേ കിട്ടാം. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിൽ ഓൾവേസ് റൊട്ടേറ്റ് ഇൻ
ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് വൈ ലൈനിൻ്റെ താഴേക്കാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരിക. അപ്പോൾ എ പോയിൻറ്റ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഫോർത്ത് ക്വാഡ്രൻ്റ് ആണെങ്കിലും അതിൻ്റെ പ്രൊജക്ഷൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് വരിക. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈനിൻ്റെ താഴേക്ക് പോകും. അപ്പോൾ ഈ കേസിൽ നമുക്ക് കാണാം, ഇഫ് എ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ അത് ഫസ്റ്റിലായാലും ഫോർത്തിലായാലും ഇറ്റ്സ് ടോപ്പ് വ്യൂ എ, സ്മോൾ ലെറ്റർ എ വിൽ ബി ഓൾവേസ് ബിലോ എക്സ് വൈ ലൈൻ. ഓക്കെ, സോ എ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ ഫ്രണ്ട് വ്യൂ എ വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഇനി ഇഫ് പോയിന്റ് എ ഈസ് ബിഹൈൻഡ് വി പി, വെർട്ടിക്കൽ പ്ലെയിനിൻ്റെ പുറകിലാണ് പോയിന്റ് എ, ദെൻ ഇറ്റ് കുഡ് ബി ഇൻ സെക്കൻഡ് ഓർ തേർഡ് ക്വാഡ്രൻറ്റ്. ഈ രണ്ട് കേസിലും നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ ഈ കേസിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ മുകളിലേക്കാവും റൊട്ടേറ്റ് ചെയ്യുക, അതായത് എക്സ് വൈ ലൈനിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ പോയിന്റ് ക്വസ്റ്റ്യനിൽ പറയുകയാണ് ഈസ് ബിഹൈൻഡ് വി പി എന്ന് പറയുന്ന കേസ് വന്നാൽ ഓൾവേസ് അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. കാരണം ഈ പ്ലെയിൻ ഓൾവേസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ് വൈ ലൈനിൻ്റെ മുകളിലേക്കാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇഫ് എ പോയിന്റ് എ ഈസ് ഇൻ ബിഹൈൻഡ് വി പി, ഇറ്റ്സ് ടോപ്പ് വ്യൂ എ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. ഇനി ഒരു കാര്യം കൂടി, ഇഫ് എ പോയിന്റ് ഈസ് ഓൺ ദ വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിലാണ് ആ പോയിന്റ് എങ്കിൽ, പ്ലെയിനിൽ എവിടെയെങ്കിലും ആണ് ആ പോയിന്റ് എങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് ആ പോയിന്റ് വിൽ ബി നമുക്ക് കാണുന്നത് ഇൻ എക്സ് വൈ ലൈനിൽ തന്നെയായിരിക്കും, വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. സോ എ പോയിന്റ് എ ഈസ് ഓൺ വി പി, ദെൻ ഇറ്റ്സ് ടോപ്പ് വ്യൂ എ വിൽ ബി ഓൺ ദ എക്സ് വൈ ലൈൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക, നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഇനി ഒരു പ്രോബ്ലം നോക്കാം, ജസ്റ്റ് സാമ്പിൾ പ്രോബ്ലം. പോയിന്റ് എ ഈസ് ഇൻ 15 mm above HP and 20 mm in front of VP. Draw its projections. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരാം. ഇത് ജസ്റ്റ് നമ്മൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു എന്നുള്ളത്, നമ്മുടെ മൈൻഡിൽ ഇമാജിൻ ചെയ്യേണ്ടതാണ്. ഈ സംഭവം നമ്മൾ വരയ്ക്കേണ്ടതില്ല, നമ്മൾ വരയ്ക്കേണ്ടത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് എ എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഓക്കെ, സി പോയിന്റ് എ ഈസ് 15 mm എബോവ് എച്ച് പി. ഇത് എച്ച് പി, ഈ എച്ച് പിയിൽ നിന്ന് 15 mm എബോവ് ആണ് എ. അതുപോലെ പോയിന്റ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. പോയിന്റ് എ ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിന്റിന് ഫ്രണ്ടിൽ നിന്ന് നോക്കി. അപ്പോൾ ഫ്രണ്ട് വ്യൂ എ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എ ഡാഷ് ഇവിടെ കിട്ടും. അപ്പോൾ എ ഡാഷ് നമ്മുടെ എക്സ് വൈ ലൈനിൽ നിന്ന് എത്ര mm ഹൈറ്റിലാണ്, എബോവ് എച്ച് പി എത്രയാണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എപ്പോഴും എച്ച് പി എന്നതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ എച്ച് പിയിൽ നിന്ന് 15 mm എബോവ്, അപ്പോൾ എ ഡാഷ് വിൽ ബി 15 mm എബോവ് എക്സ് വൈ ലൈൻ. അപ്പോൾ നമ്മൾ എക്സ് വൈ ലൈനിൽ നിന്ന് 15 mm എബോവ് ആയിട്ട് എ ഡാഷ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ കിട്ടി എ ഡാഷ്. ഇനി ടോപ്പ് വ്യൂവിൽ നോക്കുക. ടോപ്പ് വ്യൂവിൽ കാണുമ്പോൾ എ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇവിടെ ലൊക്കേറ്റ് ആവും എ. ഇനി നമ്മൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എ എന്നുള്ള പോയിന്റ് ഇവിടേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ ഇത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും ഈ വെർട്ടിക്കൽ പ്ലെയിനും ഒറ്റ സിംഗിൾ പ്ലെയിൻ ആവും. അപ്പോൾ എ എന്നുള്ള പോയിന്റ് വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. എത്ര ഡിസ്റ്റൻസ്? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ എപ്പോഴും വി പിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസസ് കിട്ടുക. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നമുക്ക് പറയുന്നത് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ഈ 20 mm നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാം. അപ്പോൾ ഈ 20 mm തന്നെയായിരിക്കും ഈ എക്സ് വൈ ലൈനിലുള്ള ഈ ഡിസ്റ്റൻസ്. അത് റൊട്ടേറ്റ് ചെയ്യുന്നത് താഴേക്ക്. അപ്പോൾ ഈ 20 mm താഴേക്ക് നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യാം. അപ്പോൾ എ എന്ന പോയിൻ്റ് ടോപ്പ് വ്യൂ സ്മോൾ ലെറ്റർ എ നമുക്ക് എക്സ് വൈ ലൈനിൻ്റെ താഴെ 20 mm ബിലോ ആയിട്ട് കിട്ടും. ഇനിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് ബി ഈസ് ലൈയിങ് ഓൺ എച്ച് പി ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പോയിന്റ് ബി എന്ന് പറയുന്നത് ഈസ് ഓൺ എച്ച് പി. എച്ച് പിയിലാണ് പോയിന്റ്. പോയിന്റ് ബി ഈസ് ഓൺ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ എച്ച് പിയിലാണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ അത് ഈ
ഈ പ്ലെയിനിൽ എവിടെയെങ്കിലും ആയിരിക്കും. ഓക്കെ, എത്ര ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ നമ്മുടെ പോയിന്റ് ഈ XY ലൈനിൽ നിന്ന് 30 mm ഇൻ ഫ്രണ്ട് ആയിട്ട് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എവിടെയാണോ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പോയിന്റ് ബി ആണ്. ബീൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഒബ്സർവ് ഇവിടെ നോക്കുമ്പോൾ ബി നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് XY ലൈനിലായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ. സോ ബീൻ്റെ ഫ്രണ്ട് വ്യൂ ബി ഡാഷ് നമുക്ക് XY ലൈനിൽ മാർക്ക് ചെയ്യാം. ഇനി ആ പോയിന്റ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും. നമ്മളത് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ആ 30 mm ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ ആ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ആ പോയിന്റ് ഇരിക്കുന്ന അതേ പോയിന്റിൽ കിട്ടും, കാരണം ഇറ്റ് ഈസ് ഓൺ HP. ഇനി HP നമ്മൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് അതായത് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ XY ലൈനിൻ്റെ താഴേക്ക് നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. സോ 30 mm താഴെയായിട്ട് XY ലൈനിൽ നിന്ന് 30 mm താഴെയായിട്ട് നമുക്കതിൻ്റെ ടോപ്പ് വ്യൂ ബി, സ്മോൾ ലെറ്റർ ബി കിട്ടും. സോ നമുക്കതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് സി വിച്ച് ഈസ് ലൈയിങ് ഓൺ വി പി ആൻഡ് 25 mm എബോവ് HP. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പോയിന്റ് സി ഈസ് ഓൺ വി പി ആൻഡ് 25 mm ആൻഡ് 25 mm എബോവ് HP. അപ്പോൾ ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് വി പിയിലാണ് ലൈ ചെയ്യുന്നത്. അത് 25 mm എബോവ് HP. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ അറിയാം ഫ്രണ്ട് വ്യൂ എപ്പോഴും HP-നെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മളെ പോയിന്റ് ആദ്യം നമ്മൾ XY ലൈൻ വരച്ചു, അതിനുശേഷം ഒരു പ്രൊജക്ഷൻ ലൈൻ നമ്മൾ ആദ്യം വരച്ചിടുന്നു, ഒരു പ്രൊജക്ഷൻ ലൈൻ. ആ പ്രൊജക്ഷൻ ലൈനിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാം 25 mm എബോവ് HP ആണ് സി. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ സി ഡാഷ് 25 mm എബോവ് HP, അതായത് 25 mm എബോവ് XY ലൈനിൽ നമുക്ക് സി ഡാഷ് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടാൻ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ അത് പോയിന്റ് ഈസ് ഓൺ വി പി ആയതുകൊണ്ട് പോയിന്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് XY ലൈനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൺ XY ലൈൻ. അപ്പോൾ സി, സ്മോൾ ലെറ്റർ സി വിൽ ബി ഓൺ XY ലൈൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ, പോയിന്റ് ക്യൂ ഈസ് ഇൻ 20 mm ബിലോ HP ആൻഡ് ഓൺ ദ വി പി. ഡ്രോ ഇറ്റ്സ് പ്രൊജക്ഷൻസ്. അപ്പോൾ പോയിന്റ് പറയുന്നുണ്ട് 20 mm ബിലോ HP ആണ് ആൻഡ് ഓൺ വി പി ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ XY ലൈൻ വരച്ചു, നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ വരച്ചിട്ടു, ക്യൂവിന് വേണ്ടി ഒരു പ്രൊജക്ഷൻ ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മളതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കി. ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കാണാം പോയിന്റ് ഈസ് ബിലോ HP ആണ്, എത്ര 20 mm ബിലോ. അപ്പോൾ ക്യൂവിൻ്റെ ഫ്രണ്ട് വ്യൂ ക്യൂ ഡാഷ് നമുക്ക് ബിലോ HP ആയതുകൊണ്ട് ബിലോ XY ലൈൻ ആയിരിക്കും. അപ്പോൾ 20 mm ബിലോയിൽ നമുക്ക് ക്യൂ ഡാഷ് കിട്ടി. ഇനി പോയിന്റ് ഈസ് ഓൺ വി പി ആയതുകൊണ്ട് അതിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് നോക്കുമ്പോൾ കാണാം അത് പ്രൊജക്റ്റ് ചെയ്യുന്നത് നേരെ XY ലൈനിലേക്ക് ആയിരിക്കും. So small letter q will be on the XY line. Next question, draw projection of point B which is 10 mm below HP and 40 mm in front of BP. ഇതിൽ പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്നത് 10 mm ബിലോ HP യും 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ HP, 10 mm ബിലോ HP താഴെ ആയിരിക്കും, and 40 mm in front of VP. VP in front ആണ്. അപ്പോൾ പോയിന്റ് വിൽ ബി ഇൻ ദ ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, പോയിന്റ് ഇവിടെയാണ് വരാം. ഡിസ്റ്റൻസ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കാം. ഫ്രണ്ട് വ്യൂ HP-നെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഡിസ്റ്റൻസ് വരാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ പോയിന്റ് ബി ഈസ് 10 mm ബിലോ HP. അപ്പോൾ XY ലൈനിൽ നിന്ന് 10 mm താഴെയായിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും, ബി ഡാഷ്. സോ XY ലൈനിൽ നിന്ന് 10 mm താഴെയായിട്ട് നമുക്ക് ബി ഡാഷ് കിട്ടി. ഇനി ടോപ്പ് വ്യൂവിൽ നോക്കാം, പോയിന്റ് ഈസ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ XY ലൈനിൽ നിന്ന് 40 mm നീങ്ങിയിട്ടാണ് നമുക്ക് പോയിന്റ് ബി, സ്മോൾ ലെറ്റർ ബി നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടാം. ഓക്കെ, നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂവും XY ലൈനിന് താഴേക്കാണ് വരാം. സോ ഈ 40 mm താഴെ XY ലൈനിന് താഴെ നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും, സ്മോൾ ലെറ്റർ ബി. സോ നമുക്ക് ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കിട്ടി. ഓൾവേസ് നമ്മുടെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും എല്ലാം ഒരേ ലൈനിലായിരിക്കും ശ്രദ്ധിക്കാം. ഇനി നിങ്ങളുടെ എക്സാമിന് സാധാരണ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം, അതായത് ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ ദ സെയിം റെഫറൻസ് ലൈൻ കീപ്പിംഗ് ദ പ്രൊജക്ടേഴ്സ് 30 mm എപ്പാർട്ട്. അപ്പോൾ ഒരു റെഫറൻസ് ലൈൻ, ഒരു XY ലൈനിൽ തന്നെ ഈ എല്ലാ പോയിന്റ്സും പ്ലോട്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ ഇത് ഓരോ പോയിന്റും പ്രൊജക്ടർ ലൈൻ തമ്മിലൊരു 30 mm ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കേസിൽ
നമുക്ക് ഒരു XY ലൈനിൽ തന്നെ ഈ എല്ലാ പോയിൻറ്റ്സും പ്ലോട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ മോഡലിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് ദ ഫോളോയിങ് പോയിൻറ്റ്സ്. ഒരു ഒറ്റ റെഫറൻസ് ലൈൻ XY, ഈ ഒരു XY ലൈനിൽ തന്നെ നമ്മൾ ഈ എല്ലാ പോയിൻറ്റ്സ് ABCDSTUV 8 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 8 പോയിൻറ്റ്സും ഈ ഒരു XY ലൈനിലാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രൊജക്ടർ ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് 30 mm. അപ്പോൾ ഇതിനാദ്യം എന്താ ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഒരു റെഫറൻസ് ലൈൻ XY ലൈൻ വരയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഓരോ പോയിൻറ്റ്സിനുള്ള പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കാം. ഈ പ്രൊജക്ടർ ലൈൻസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 30 mm അപ്പാർട്ടായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ഓരോ പോയിന്റിന് വേണ്ടി ഈ പ്രൊജക്ടർ ലൈൻസ് തിരിച്ചറിയാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ലൈൻ ഈ റെഫറൻസ് ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നമുക്ക് സ്മോൾ ലെറ്റർ റെപ്രസെൻറ്റീവ് A0 എന്ന് മാർക്ക് ചെയ്യാം. സ്മോൾ A0, B0, C0 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം. നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണമെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യാം ഓരോ പോയിന്റ്. ഇപ്പോൾ ഇത് എൻ്റെ പ്രൊജക്ടർ ലൈൻ ആണെങ്കിൽ ഇത് A0, B0, C0, D0 അങ്ങനെ മാർക്ക് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ A0, ഈ പോയിന്റ് നമുക്ക് A0 ആണെന്ന് വിചാരിക്കാം. നമ്മുടെ പോയിന്റ് A0 ഇതാണ് എൻ്റെ പ്രൊജക്ഷൻ ലൈൻ. ഇനി ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 40 mm എബോവ് HP ആൻഡ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ആദ്യം ആ പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എബോവ് HP ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് VP. എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ ഇത് HP ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. അപ്പോൾ ആ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇനി അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ഈ 40 mm എബോവ് HP കിട്ടും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ 40 mm എബോവ് HP. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള പോയിന്റ് എൻ്റെ ഫ്രണ്ട് വ്യൂ A dash will be 40 mm above HP means 40 mm above XY line. So A dash എന്നുള്ള പോയിന്റ് 40 mm above XY ലൈനിൽ നമുക്ക് A dash എന്നുള്ളൊരു പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. അപ്പോൾ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ ടോപ്പ് വ്യൂ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ 25 mm ഫ്രം XY ലൈനിൽ ഇവിടെയാണ് വരാം. ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ XY ലൈനിൻ്റെ താഴെ പോയി. സോ 25 mm ബിലോ XY ലൈനിൽ നമുക്ക് സ്മോൾ ലെറ്റർ A മാർക്ക് ചെയ്യാം. സോ ഈ ഡിസ്റ്റൻസ് 25 mm. ഇനി നെക്സ്റ്റ് പ്രോബ്ലം എടുക്കാം. പോയിന്റ് ഈസ് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. എബോവ് HP ബിഹൈൻഡ് VP. സോ ഇത് HP ആണെങ്കിൽ ഇത് എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP. ഇത് VP ആണെങ്കിൽ VPയുടെ ബിഹൈൻഡ്. സോ ബിഹൈൻഡ് VP. സോ എബോവ് HP ആൻഡ് ബിഹൈൻഡ് VP എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. സോ ആ പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ നോക്കിയപ്പോൾ പോയിന്റ് ഈസ് 15 mm എബോവ് HP. ഓൾവേസ് നമ്മൾ ഫ്രണ്ട് വ്യൂ HP-നെ റിലേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ 15 mm ഫ്രണ്ട് വ്യൂവിൽ കാണാം. സോ പോയിന്റ് ഈസ് 15 mm എബോവ് HP എന്ന് പറയുമ്പോൾ B എന്ന പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂ B dash will be 15 mm എബോവ് XY ലൈൻ. സോ ഇത് B0, ഈ പോയിന്റ് B0 ആണെങ്കിൽ 15 mm എബോവ് HP B dash നമുക്ക് കിട്ടി. അത് 15 mm എബോവ് XY ലൈൻ ആൻഡ് 50 mm ബിഹൈൻഡ് VP. അത് നമുക്ക് ടോപ്പ് വ്യൂവിലാണ്. ഈ 50 ടോപ്പ് വ്യൂവിലാണ് വെർട്ടിക്കൽ പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസുകൾ നമുക്ക് കാണാം. സോ 50 mm ബിഹൈൻഡ് VP. സോ ഇത് VP 50 mm ബിഹൈൻഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ഇവിടെ വരും ടോപ്പ് വ്യൂ. ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 50 mm എന്നുള്ള ആ ഡിസ്റ്റൻസ് XY ലൈനിൻ്റെ മുകളിലേക്ക് വരും. സോ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ Bയും മുകളിൽ തന്നെ വരും. ആ ടോട്ടൽ ഡിസ്റ്റൻസ് 50 mm. B0 നിന്ന് 50 mm ആയിട്ടാണ് ബീൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് ഈ ലൈനിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യാനുള്ളൊരു ഷോർട്ട് കട്ട്, ഒരു പെട്ടെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ എല്ലാ പോയിന്റിലും ഫ്രണ്ട് വ്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ എല്ലാ പോയിന്റ്സ് A തൊട്ട് V വരെയുള്ള പോയിന്റ്സിൻ്റെ ഫ്രണ്ട് വ്യൂസ് ആദ്യം നമുക്ക് മാർക്ക് ചെയ്ത് പോവാം.
അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ എ എന്ന പോയിന്റ് ആണെങ്കിൽ എ ഡാഷ്, അതുപോലെ എല്ലാത്തിനും ഡാഷ്, ഈ ഡാഷ് സിമ്പിൾ വരും. ബി ആണെങ്കിൽ ബി ഡാഷ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിന് എപ്പോഴും ഈ ഡാഷ് സിമ്പിൾ വരും. പിന്നെ ഫ്രണ്ട് വ്യൂ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടാണ്. സോ ഫ്രണ്ട് വ്യൂ നമുക്ക് മാർക്ക് ചെയ്യാൻ ആവശ്യം വരുന്നത് എബോവ് എച്ച് പി. അപ്പോൾ ഫ്രണ്ട് വ്യൂ ഇതിൽ വരുന്നത് എബോവ് എച്ച് പി അല്ലെങ്കിൽ ബിലോ എച്ച് പി, ഓൺ എച്ച് പി, ഓൺ ഇൻ എച്ച് പി എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എല്ലാ ഫ്രണ്ട് വ്യൂസ് നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം എച്ച് പി എന്നുള്ള എല്ലാ റിലേഷൻസും നമുക്ക് നോക്കാം. ഇപ്പോൾ എ എബോവ് എച്ച് പി, ബി എബോവ് എച്ച് പി, സി ബിലോ എച്ച് പി, ഡി below HP, S below HP, T below HP, U above HP, V in HP. ഓക്കെ, അപ്പോൾ എച്ച് പി അതായത് നമുക്ക് ആദ്യം ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാൻ ഈ എച്ച് പി എന്നുള്ള ഡിസ്റ്റൻസുകൾ നോക്കാം. അപ്പോൾ ഓൾവേസ് നമുക്കറിയാം ഇത് നമ്മുടെ എക്സ് വൈ ലൈനാണ്. നമ്മൾ വെർട്ടിക്കൽ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂ എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എബോവ് എച്ച് പി ആണെങ്കിൽ ഓൾവേസ് അതിൻ്റെ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ പോയിൻ്റ് ആണ്. നമ്മുടെ പോയിൻ്റ് ഈസ് എബോവ് എക്സ് വൈ ലൈൻ, എബോവ് എച്ച് പി ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഓൾവേസ് വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. സോ എബോവ് എന്ന വാക്ക് വരുന്നത് വിൽ ബി ഓൾവേസ് എബോവ് എക്സ് വൈ ലൈൻ. നമുക്ക് എബോവ് എച്ച് പി എന്ന് പറഞ്ഞാൽ ഓൾവേസ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. അതായത് എ ഡാഷ് ഫ്രണ്ട് വ്യൂ, എ എന്ന പോയിൻ്റ് ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൾവേസ് എബോവ് എക്സ് വൈ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. എയിൻ്റെ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം. എ ഈസ് 40 mm എബോവ് എക്സ് വൈ ലൈൻ. എബോവ് എന്ന് പറയുമ്പോൾ A0, ഇവിടെ 40, എ ഡാഷ് വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. അതുപോലെ തന്നെ ബി ഈസ് എബോവ് എച്ച് പി. അപ്പോൾ ബി വിൽ ബി എബോവ് എക്സ് വൈ ലൈൻ. എ ഡാഷ് ആണ് മാർക്ക് ചെയ്യേണ്ടത്, ബി ഡാഷ് ആണ്. അതുപോലെ സി 25 mm ബിലോ എച്ച് പി. സോ സിയുടെ ഫ്രണ്ട് വ്യൂ സി ഡാഷ് വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഡി 40 mm ബിലോ എച്ച് പി. സോ ഡിൻ്റെ ഫ്രണ്ട് വ്യൂ ഡി ഡാഷ് വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഇനി എസ് 50 mm ബിലോ എച്ച് പി. സോ എസിൻ്റെ front view S dash will be below HP. In point T 25 mm below HP. So T dash will be 25 mm below HP. In U is 35 mm above HP. So U dash its front view will be U dash, it will be above XY line. Finally V, it is in HP. In HP എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. സോ വി ഡാഷ് വിൽ ബി എക്സ് വൈ ലൈൻ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് റഫായിട്ട് ചെയ്തിട്ട് പിന്നെ ഫെയറായിട്ട് വരച്ചാലും മതി. ആ ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ പോയിൻ്റ് ലൊക്കേഷൻ നമുക്ക് ഏകദേശം മാർക്ക് ചെയ്യാൻ പറ്റും. മുകളിലാണോ താഴെയാണോ എന്നുള്ളത് നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇനി ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുക. അപ്പോൾ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം എ പോയിൻ്റ് ഈസ് ബിഹൈൻഡ് എച്ച് പി ആണെങ്കിൽ, നമുക്ക് നോക്കാം. എ പോയിൻ്റ് എച്ച് പി പോയിൻ്റ് ഈസ് ബിഹൈൻഡ് വി പി ആണെങ്കിൽ, ഇപ്പോൾ പോയിൻ്റ് ബിഹൈൻഡ് വി പി ആണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ഓൾവേസ്, അതിൻ്റെ ടോപ്പ് വ്യൂ ഓൾവേസ് നമുക്ക് ഇവിടെയാണ് കിട്ടുക. അത് ഓൾവേസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഒരു പോയിൻ്റ് ഓൾവേസ് ബിഹൈൻഡ് വി പി ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ ഓൾവേസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, അതായത് എബോവ് എക്സ് വൈ ലൈൻ. സോ ഒരു പോയിൻ്റ് ഈസ് ബിഹൈൻഡ് വി പി എന്നാൽ നമുക്ക് മനസ്സിലാക്കാം അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൾവേസ് എബോവ് എക്സ് വൈ ലൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് എ പോയിൻ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ, പോയിൻ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ നമുക്ക് ഈ ഒരു പാർട്ടിലാണ് കിട്ടുക. ഈ ഒരു പ്ലെയിൻ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് എക്സ് വൈൻ്റെ താഴേക്കാണ്. സോ ഹൊറിസോണ്ടൽ പ്ലെയിൻ വിൽ ബി റൊട്ടേറ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൾവേസ് ബിലോ എക്സ് വൈ ലൈൻ. സോ if a point is in front of
വി പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൾവേസ് ബിലോ എക്സ് വൈ ലൈൻ. അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എ എന്ന് പറയുന്നത് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ 25 mm ഇൻഫ്രണ്ട് എന്ന് പറയുമ്പോൾ 25 mm താഴെയായിരിക്കും. അപ്പോൾ 25 mm ഡിസ്റ്റൻസ് താഴേക്ക് നമുക്ക് സ്മോൾ ലെറ്റർ എ മാർക്ക് ചെയ്യാം. അതുപോലെ പോയിന്റ് ബി ഈസ് 50 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ ബിഹൈൻഡ്, സോ ഇറ്റ് വിൽ ബി അബോവ് എക്സ് വൈ ലൈൻ. സോ 50 mm അബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും ടോപ്പ് വ്യൂ ബി. ഇനി സി എന്ന പോയിന്റ് 35 mm ബിഹൈൻഡ് വി പി. ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി അബോവ് എക്സ് വൈ ലൈൻ. സോ സിയുടെ ടോപ്പ് വ്യൂ സ്മോൾ സി വിൽ ബി അബോവ് എക്സ് വൈ ലൈൻ. ഇനി ഡി എന്ന പോയിന്റ് ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈൻ്റെ താഴെ വരും. സോ ഡി എന്ന പോയിന്റ് 25 mm ബിലോ എക്സ് വൈ ലൈൻ. ഇനി എസ് എന്ന പോയിന്റ് ഈസ് ഇൻ വി പി. സോ എസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിനിൽ ഉള്ളൊരു പോയിൻ്റാണ് എസ്. സോ അതിൻ്റെ ടോപ്പ് വ്യൂ വിൽ ബി ഓൺ എക്സ് വൈ ലൈൻ. സോ എസ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി പോയിന്റ് ടി ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. സോ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈൻ്റെ താഴെ പോകും. സി ഇൻ ഫ്രണ്ട് ഓഫ്. സോ പോയിന്റ് ടി വിൽ ബി ബിലോ എക്സ് വൈ ലൈൻ. ഇനി പോയിന്റ് യു ഈസ് 35 mm ബിഹൈൻഡ് വി പി. 35 mm ബിഹൈൻഡ് വി പി എന്ന് പറയുമ്പോൾ ഈ പ്ലെയിൻ ബിഹൈൻഡ് ആണ്. ഈ പ്ലെയിൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എബോവ് എക്സ് വൈ ലൈൻ ആയിരിക്കും. സോ യു എന്നുള്ള പോയിന്റ്, അതായത് സ്മോൾ ലെറ്റർ യു വിൽ ബി 35 mm എബോവ് എക്സ് വൈ ലൈൻ. ഇനി ഫൈനലി വി ഈസ് ഇൻ വി പി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ഈസ് ഇൻ വി പി എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിലാണ് പോയിന്റ് വി എങ്കിൽ ടോപ്പ് വ്യൂവിൽ നമുക്ക് വി വിൽ ബി എ പോയിന്റ് ഓൺ എക്സ് വൈ ലൈൻ. സോ സ്മോൾ ലെറ്റർ വിയും നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വി എന്ന പോയിന്റ് ഈസ് ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ബോത്ത് എച്ച് പി ആൻഡ് വി പി ആണെങ്കിൽ ആ പോയിന്റ് എക്സ് വൈ ലൈനിലൊരു പോയിന്റ് ആയിരിക്കും. സോ അത് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂവിലും എക്സ് വൈ ലൈനിലൊരു പോയിന്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. സോ നമുക്ക് ഈ ബോത്ത് റെപ്രസെൻറ്റേഷൻ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആയിട്ടുള്ള വി ഡാഷും ടോപ്പ് വ്യൂ ആയിട്ടുള്ള വി രണ്ടും നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ A0 എന്നുള്ള റൊട്ടേഷൻസ് നമുക്ക് മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കാണിച്ചു എന്നുള്ളൂ. നമുക്കിത് വേണമെങ്കിൽ കാണിക്കാതിരിക്കാം. റെഫറൻസ് ലൈനിൽ ലൈനിൻ്റെ പ്രൊജക്ഷൻ ലൈൻ മുട്ടുന്ന പോയിന്റ് നമുക്ക് A0 എന്ന് സഫിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു നമുക്ക് വേണമെങ്കിൽ ആദ്യം റഫായിട്ട് ഇത് വരച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫെയർ ആയിട്ട് കറക്റ്റ് ഡിസ്റ്റൻസ് എടുത്ത് വരച്ചാൽ മതി. അപ്പോൾ ഫൈനൽ ആൻസർ ഇതുപോലെ ഇരിക്കണം. ഓക്കെ, ഫൈനൽ ആൻസറിൽ നമുക്ക് ഈ പ്രൊജക്ഷൻ ലൈൻസൊക്കെ തിൻ ലൈൻസ് വെച്ച് വരയ്ക്കണം. അതേസമയം ഈ പോയിൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യേണ്ട പോയിൻറ്റ്സൊക്കെ നമ്മൾ ഡാർക്കായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഡയമെൻഷൻ ലൈൻസ് നമുക്ക് ഡയമെൻഷനും അതിൽ കാണിക്കണം. അപ്പോൾ ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ അലൈൻ ചെയ്തിട്ട് ഇൻക്ലൈൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ നേരെയായിട്ട് കാണിക്കാം. 25 എന്നുള്ളത് ഇങ്ങനെയോ കാണിക്കാം, കുഴപ്പമില്ല. അത് നിങ്ങളുടെ സൗകര്യം പോലെ കാണിക്കാം. അതുപോലെ ഈ ഡയമെൻഷൻസ് അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഈച്ച് പ്രൊജക്ഷൻ ലൈൻസ് ഷുഡ് ബി 30 mm അപ്പാർട്ട്. അപ്പോൾ ഈ 30 mm എന്നുള്ള ഡിസ്റ്റൻസ് കൂടി ഇവിടെ കാണിക്കുക. പിന്നെ ഇപ്പോൾ ചില കേസ്, ഇപ്പോൾ ഈ കേസിൽ രണ്ടും, അതായത് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈൻ താഴേക്കാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് മെഷർമെൻറ്റ് നമുക്കിവിടെ കാണിക്കണം. അപ്പോൾ ഇത് ഒരേ സൈഡിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ചെറിയ മെഷർമെൻറ്റ് ആദ്യം കാണിക്കുക, അതിന് ശേഷം ഈ വലിയ മെഷർമെൻറ്റ് നെക്സ്റ്റ് സൈഡിൽ കാണിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സാമ്പിൾ പ്രോബ്ലം ഒന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കാം. ഈ ഒരു പോയിൻ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോളൂ, സ്ക്രീൻഷോട്ട് എടുത്തോളൂ, നിങ്ങൾ ചെയ്ത് നോക്കി പ്രോബ്ലം.